യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് 1 തിമോത്തി 4 അധ്യായം. അതിന്റെ 4:7 തുടങ്ങി വായിക്കുമ്പോൾ, ലൗകികവും നിരർത്ഥവുമായ പഴങ്കഥകൾ പാടെ വർദ്ധിക്കുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. ശാരീരിക പരിശീലനം കൊണ്ട് കുറെയെല്ലാം പ്രയോജനമുണ്ട്, എന്നാൽ ആധ്യാത്മിക എല്ലാ തരത്തിലും വിലയുള്ളതാണ്. ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും അത് വാഗ്ദാനം ഉയർത്തുന്നു. അതെ, അത് മതി. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ലൗകികവും നിരർത്ഥകവുമായ പഴങ്കഥകൾ പാടെ വർദ്ധിക്കുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. നമുക്കറിയാം, ഈ ക്രിസ്തീയ കോളം അല്ലെങ്കിൽ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ അൺസ്ക്രിപ്ചറൽ പ്രാക്ടീസുകളാണ്. ലൗകികവും നിരർത്ഥകവുമായ പഴങ്കഥകൾ അല്ലെങ്കിൽ സ്ക്രിപ്ചറിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ട്രഡീഷൻസും അല്ലെങ്കിൽ പാരമ്പര്യങ്ങളും മുഖാന്തരമായിട്ടാണ് ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ദൈവിക മാർഗം എന്ന് നശിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പ്രത്യേകം പറയുകയാണ്, ലൗകികം അല്ലെങ്കിൽ ലോകത്തിന്റെ മെത്തേഡിലുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസുകൾ, ലൗകികവും നിരർത്ഥകവുമായ പഴങ്കഥകൾ എന്ന് പറഞ്ഞാൽ അതായത് സ്ക്രിപ്ചറിന്റെ സപ്പോർട്ട് ഇല്ലാത്ത എല്ലാ പ്രാക്ടീസുകളും ഹിയർസേ പറയുന്നതിന് അതിനെല്ലാം കൂടെ ജനറൽ ആയിട്ട് പറയുന്നതാണ് പഴങ്കഥകൾ. അത് പറഞ്ഞേക്കാണ് പാടെ വർജിക്കുക. കാരണം അത് വർജിക്കാതെ നെക്സ്റ്റ് പാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്താ? ദൈവഭക്തിയിൽ പരിശീലനം നേടുക. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അതായത് ലോകത്തിലൊരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞേക്കുക. അതായത് ശാരീരിക പരിശീലനം കൊണ്ട് കുറെയെല്ലാം പ്രയോജനമുണ്ട്. അത് ലോകത്തിലൊരു എക്സാമ്പിൾ അപ്പോസ്തലനായ പൗലോസിന്റെ എല്ലാ റൈറ്റിംഗും എടുക്കുമ്പോൾ നമുക്കറിയാം. ഈ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഗ്രീക്കിലായതുകൊണ്ട് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെടുത്തി കായികാഭ്യാസി എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം നടത്തുന്നു. അപ്പോൾ ഈ ലോകത്തിൽ അന്ന് റിലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളുകൾ എടുത്തിട്ട് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ശാരീരിക പരിശീലനം കൊണ്ട് കുറെയെല്ലാം പ്രയോജനമുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടാണ് അവർ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 100 മീറ്റർ ഓടുന്ന ആൾ എല്ലാ ദിവസവും ഓടി പ്രാക്ടീസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റെസ്ലിംഗ് നടത്തുന്ന ആൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, ഈ ശാരീരിക പരിശീലനം കൊണ്ട് ഒരാൾക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരും. എന്നിട്ട് അതല്ല ഇവിടെ പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. എന്നാൽ ദൈവഭക്തി അത് പറഞ്ഞിട്ട് പറയാണ്, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. അപ്പോൾ ശാരീരിക പരിശീലനം കൊണ്ട് മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഏത് കളി എടുത്താലും ട്രെയിനിങ് കൊണ്ട് ബെറ്റർ ആവും. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുവാണ് ദൈവഭക്തിയിൽ പരിശീലനം നേടുക. എന്നിട്ട് ദൈവഭക്തിയുടെ അതിൻ്റെ മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റ് പറയുക. എന്നാൽ ആധ്യാത്മികത എല്ലാ തരത്തിലും വിലയുള്ളതാണ്. ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും അത് വാഗ്ദാനം ഉയർത്തുന്നു. ഈ ശാരീരിക പരിശീലനം കൊണ്ടുള്ള ഗുണം ഈ ജീവിതത്തിൽ ഒതുങ്ങുന്നതാണ്. ഇതിന് ബിയോണ്ട് ദിസ് ലൈഫ് ഇത് അബ്സല്യൂട്ട്ലി നോ യൂസ്. ഇപ്പം ലോകത്തിലെ ഒളിമ്പിക്സിലെ 1ാം സ്ഥാനത്ത് വന്നാലും അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ ടൈറ്റിൽസ് ഒക്കെ നേടിയാലും അത് വേറൊരു സ്ഥലത്ത് പൗലോസ് പറയുന്നുണ്ടല്ലോ, നശ്വരമായ കിരീടത്തിന് വേണ്ടി മനുഷ്യൻ അത്യധ്വാനം ചെയ്യുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുവാണ് ആ ദൈവഭക്തിയിൽ പരിശീലനം നേടുന്നത്. പക്ഷെ മനുഷ്യൻ ദൈവഭക്തിയിൽ ഈ സ്പോർട്സിൽ അല്ലെങ്കിൽ കായികാഭ്യാസി അല്ലെങ്കിൽ ശാരീരിക പരിശീലനം ചെയ്യുന്ന ആ അളവിൽ അതിനേക്കാൾ വിലപ്പെട്ടതെങ്കിലും മനുഷ്യൻ പൊതുവെ ആധ്യാത്മികതയിൽ അല്ലെങ്കിൽ ദൈവഭക്തിയിൽ പരിശീലനം നേടാറേയില്ല. എന്നാലോചിച്ച് നോക്ക്, ലോകത്തിലിപ്പം ഈവൻ കർത്താവിനെ അറിഞ്ഞവർ പോലും പലപ്പോഴും അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന ആ അളവിൽ പലപ്പോഴും ആധ്യാത്മിക ശരീരത്തെ ശ്രദ്ധിക്കാറില്ല. അതവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ ആധ്യാത്മികതയിൽ അതിന് മുൻതൂക്കം കൊടുത്താലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആധ്യാത്മികത എല്ലാ തരത്തിലും വിലയുള്ളതാണെന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പയർ ചെയ്തേക്കുന്ന ഇത് ശരീരത്തിനും ആത്മാവിനും ഗുണം ചെയ്യുന്നതാണ്. അതവിടെ പറഞ്ഞേക്കുന്നത് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും. കാരണം ഈ ക്രിസ്ത്യൻ ടീച്ചിങ് എന്ന് പറയുന്നത്
അല്ലെങ്കിൽ ഇനി മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുന്നുള്ള അതിൽ ഒതുങ്ങുന്ന ഒരു ടീച്ചിങ് അല്ലെന്നോ. ഇത് ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത് സമ്പൂർണ്ണ രക്ഷയാണ്. ഇപ്പൊ ഏദൻ തോട്ടത്തില് മനുഷ്യന് ആത്മീക പ്രശ്നമില്ലായിരുന്നു, ഭൗതിക പ്രശ്നമില്ലായിരുന്നു. നമ്മൾ വായിക്കുന്ന 1 ജോൺ 3 നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ ഇല്ലാതാക്കാനാണ് കർത്താവ് വന്നത്. അതായത് പിശാചിന്റെ പ്രവർത്തനം മുഖാന്തരം ഏദൻ തോട്ടത്തില് എന്തൊക്കെ നഷ്ടപ്പെട്ടു, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നഷ്ടപ്പെട്ടു. ഇതിനെ ടോട്ടലി റീഇൻസ്റ്റേറ്റ് ചെയ്യാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവികതയുടെ അനുഗ്രഹം എഴുതിയേക്കുന്നിടത്ത് എല്ലാം ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും ഈ നമ്മൾ ചിന്തിക്കാറില്ല. എന്നാലും 2 പീറ്റർ ചാപ്റ്റർ 1 എടുക്കുമ്പോൾ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഇത് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുന്നുള്ള ഒരു പ്രത്യാശയിൽ അവസാനിക്കുന്ന ഒരു ടീച്ചിങ് അല്ല ക്രിസ്ത്യൻ ടീച്ചിങ്. പലപ്പോഴും ഈ ദൈവത്തെ അറിയാത്തവരങ്ങനെ വിചാരിച്ചേക്കുന്നത്. കാരണം ഇതിന്റെയൊക്കെ പുറകെ പോയാൽ ഈ ലോകത്തിലെ ജീവിതം കഷ്ടം, നഷ്ടം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നോ. അതായത് കർത്താവിനെ പിൻപറ്റുന്നവർക്ക് ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും സുരക്ഷിതത്വവും വാഗ്ദത്വവും ഉള്ളതാണ്. 2 പീറ്റർ ചാപ്റ്റർ 1 നമ്മൾ വായിക്കാറുള്ളതാ. അതിന്റെ 3 വായിക്കുമ്പോൾ അവന്റെ ദൈവിക ശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം പ്രദാനം ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ അതില് ജീവൻ എന്ന് പറഞ്ഞേക്കുന്നത് ജീവനും ഭക്തിക്കും അല്ലെങ്കിൽ ഗോഡ്ലിനെസ്സിനും ഇവിടുത്തെ ജീവിതത്തിനും വേണ്ടതെല്ലാം പ്രദാനം ചെയ്തേക്കുന്നത്. അപ്പൊ ഏദൻ തോട്ടത്തില് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യാവതാരം എടുത്തത്. അത് ഈ Hebrews 7:25 എടുക്കുമ്പോൾ അത് സത്യവേദ പുസ്തകമാണ്. ഇത്തിരി കറക്റ്റ്. സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഇംഗ്ലീഷിലൊക്കെ കറക്റ്റാ, എല്ലാം സെയിം ആ. എന്നാൽ ഇതിന്റെ ഒരു മോർ പവർഫുൾ ആണ്. ഒന്ന് വായിക്കാം 7:25. അതുകൊണ്ട് താഴ്ന്നപാത്രമായി ദൈവത്തോട് അടുത്തു നോക്കുകയും പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. അവരെ പൂർണ്ണമായിട്ട് രക്ഷിക്കും. ഇപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ ഇവിടെ ഗതികേടാന്ന് പറഞ്ഞാൽ അവനൊരു പൂർണ്ണമായിട്ടുള്ള രക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടുള്ള രക്ഷ ഇംഗ്ലീഷിലാണെങ്കിൽ സേവ് ടു ദി അട്ടർമോസ്റ്റ് എന്നാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള രക്ഷ യേശു കർത്താവിലുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ഈ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ സമ്പൂർണമായിട്ട് രക്ഷിക്കാൻ കർത്താവ് പ്രാർത്ഥന. അപ്പൊ നമ്മൾ പലപ്പോഴും എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക, ലോകത്തിലെ മനുഷ്യന്റെ കാഴ്ചപ്പാട് കൺസെപ്റ്റ് വിചാരിച്ചാല് കർത്താവിലോട്ട് വന്നു കഴിഞ്ഞാൽ ശരി മരിച്ചൊക്കെ സ്വർഗത്തിൽ പോകും, പക്ഷെ ഇവിടെ ആകെ ഗതികേടായിരിക്കും. അത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ മഹത്വം. അതായത് ഈ രക്ഷ എന്ന് പറയുന്നത് ഈ രക്ഷയുടെ ആ ഒരു നമ്മൾ സാധാരണ രക്ഷ എന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് ഉപയോഗിക്കുന്ന അതിലെ ഈ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ എല്ലാ ഏരിയകളെയും എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വേർഡാണ് രക്ഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ശാരീരികമായിട്ടുള്ള അധ്വാനം കൊണ്ട് മനുഷ്യന് നേട്ടം വരുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആധ്യാത്മികതയിൽ അല്ലെങ്കിൽ ദൈവഭക്തിയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, പരിശീലനം നടത്തും. അല്ലെങ്കിൽ അതിന് ജസ്റ്റ് കമ്പയർ ചെയ്തേക്കുക. നമ്മളൊരു 100 മീറ്റർ റേസിൽ ഓടുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പലപ്പോഴും എക്സർസൈസുകൾ എല്ലാം ഏർലി മോർണിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ സൈനിക സേവനത്തോട് ഉപമിച്ചിട്ടുണ്ട്. സൈനിക സേവനത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ ഡ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 5 o'clock. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കായിക അഭ്യാസം മറ്റൊരു സ്ഥലത്ത് പോൾ പറയുന്നുണ്ട്, 1 Corinthians 9 കേറി നിൽക്കുമ്പോൾ 1 Corinthians 9 എടുക്കുമ്പോൾ അതിന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ, ഓട്ട മത്സരത്തിൽ ഓട്ടക്കാരെല്ലാം പങ്കെടുക്കുന്നു, എന്നാൽ ഒരാൾ മാത്രം സമ്മാനം നേടുന്നു. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ട് സമ്മാനം കിട്ടാൻ നിങ്ങൾ ഓടുക. അതെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാം സ്പോർട്സിനോട് കമ്പയർ ചെയ്ത്, ഓട്ടക്കളത്തില് ഒത്തിരി പേര് ഓടുന്നുണ്ട്, പക്ഷെ ഒരാൾക്ക് സമ്മാനം കിട്ടുള്ളൂ. അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫിൽ ഒരാൾക്ക് സമ്മാനം കിട്ടുള്ളൂ എന്നുള്ളതല്ല. അപ്പോൾ അവിടെ പറയുന്നത് ആ ആളുടെ ആറ്റിറ്റ്യൂഡോട് കൂടി ഓടണം. അതായത് എന്നിട്ട് അടുത്ത സെന്റൻസ് പറഞ്ഞേക്കുന്നത് വായിച്ചു, കായിക അഭ്യാസി സർവ്വകാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അയാൾ നശ്വരമായ കിരീടത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, നാമോ അനശ്വരമായതിനു വേണ്ടിയും. അതെ, അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് കായിക അഭ്യാസി എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം നടത്തും. നമ്മള് വി ആർ ടു ട്രെയിൻ അവർ സെൽസ് ഇൻ സ്പിരിച്വാലിറ്റി. അപ്പൊ ആധ്യാത്മികതയിൽ പരിശീലനം നേടുന്നിടത്ത് ഒരു കായിക അഭ്യാസി നശ്വരമായ കിരീടത്തിന് വേണ്ടി ചെയ്യുന്ന ആത്മനിയന്ത്രണം
അല്ലെങ്കിൽ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഈ ജഡത്തിൻ്റെ ഇച്ഛകളെ സ്പിരിച്വൽ ഗെയിനിങ്ങിന് വേണ്ടിയിട്ടല്ല, ഒരു ലോകത്തിലെ കിരീടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓവർ ഈറ്ററിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല ഒരു സ്പോർട്സ് താരത്തെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു കൺട്രോളും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ഒരാളെ നമുക്ക് കിട്ടത്തില്ല. എല്ലാ ഏരിയയിലും ആത്മനിയന്ത്രണം നടത്തിയാലേ ഒരു സ്പോർട്സ് താരത്തിന് എന്താ പറയുന്നത് കിരീടം നേടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ ഈ നശ്വരമായിട്ടുള്ളൊരു കിരീടത്തിന് വേണ്ടി ഈ ലോകത്തിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ കിരീടം പ്രാപിക്കില്ല എന്നുള്ളതാണ്. വീണ്ടും ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ സെയിം പോൾ പറയുന്ന 2 തിമോത്തി ചാപ്റ്റർ 2 അതിന് 2 അറിയാൻ സ്ഥലം ഒന്ന് തുടങ്ങി വായിക്കുമ്പോ, അതിനാൽ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തി പ്രാപിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടവ നീ മറ്റു മനുഷ്യരെയും പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ മനുഷ്യരെ ഫലമേൽപ്പിക്കണം. ക്രിസ്തുയേശുവിന്റെ ഉത്തമ പടയാളിയെ പോലെ സഹനത്തിൽ നീ പങ്കാളിയാകുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പടയാളിയും സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം തന്നെ സൈന്യത്തിൽ ചേർത്തവനെ തൃപ്തിപ്പെടുത്തുകയാണ് അയാളുടെ ലക്ഷ്യം. നിബന്ധനകൾ അനുസരിച്ച് മത്സരിക്കാത്ത പക്ഷം കായിക അഭ്യാസിക്ക് കിരീടം ലഭിക്കയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ വിഹിതം ലഭിക്കേണ്ടത്. ഞാൻ പറയുന്നവയെ പറ്റി ചിന്തിക്കൂ, അപ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇതെല്ലാം പോൾ പറയുന്നത് ഈ ആധ്യാത്മികതയിൽ ട്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങളെ ഉദ്ബോധിപ്പിക്കാനായിട്ട് പറഞ്ഞേക്കുന്ന എക്സാമ്പിളുകൾ ഇതെല്ലാം. എന്നിട്ട് നമ്മൾ അതിന്റെ വാഗ്ദത്തം മറക്കരുത്. ആധ്യാത്മികത എല്ലാ കാര്യത്തിലും വാഗ്ദത്തങ്ങളുള്ളതാണ്, ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും. അപ്പൊ ഇവിടെയും പറഞ്ഞേക്കുന്ന എക്സാമ്പിള്, അതായത് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പടയാളിയും സാധാരണ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ഗിവൺ എ വേർഡ് ടു ദി ലോർഡ്. കർത്താവിന്റെ അല്ലെങ്കിൽ പടയാളികളായിട്ട് കർത്താവിന്റെ സേവനത്തിൽ, കർത്താവിന്റെ സൈന്യത്തിൽ നമ്മൾ എൻറോൾ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. കർത്താവിന്റെ സൈന്യത്തിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ആരും എങ്ങനെയാകാൻ പാടില്ല? സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല, സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൊറിന്തോസുകാരോട് പൗലോസ് പറയുന്നേ, അതായത് നിങ്ങൾ വെറും ശിശുക്കളാണ്, ഇന്ന് നിങ്ങൾക്ക് പാലാ വേണ്ടത്, ഹരഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിക്കേണ്ടവരല്ല ബേസിക്കലി. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിക്കുന്നവരാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ സൈനിക സേവനത്തിൽ ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ റോങ്ലി നമ്മൾ മനസ്സിലാക്കിയേക്കുന്നതായിരിക്കും നമ്മൾ സൈനിക സേവനത്തിൽ ചേർന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ സൈനിക സേവനത്തിൽ ചേർന്നിട്ട് ഈ കമാൻഡർ ഇൻ ചീഫിനോട് നമ്മൾ വിശ്വസ്തത ഇല്ലാതെ ജീവിക്കുക. കാരണം ഇവിടെ പറഞ്ഞേക്കുന്നത് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുടെ ഏക ലക്ഷ്യം എന്താ? തന്നെ സൈന്യത്തിൽ ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. നമുക്കറിയാം നമ്മളെ സൈന്യത്തിൽ ചേർത്തിരിക്കുന്ന കർത്താവാണ്. അപ്പൊ നമുക്ക് വി ആർ സപ്പോസ് ടു ലിവ് വിത്ത് ഓൺലി വൺ അംബിഷൻ. അതാ പൗലോസ് പറയുന്നത് 2 കൊറിന്ത്യൻസ് 5:8-9 പറയുകയാണ്, അവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും വി ആർ ലിവിങ് വിത്ത് ഓൺലി വൺ അംബിഷൻ. നമുക്ക് ഇത് കേൾക്കുമ്പോൾ കഠിനമായിട്ടുള്ള ഒരു ഉപദേശമായിട്ട് തോന്നും. അങ്ങനെ തന്നെ കർത്താവിന്റെ തിരുവായിൽ നിന്ന് കേട്ടവർക്കും അങ്ങനെ തന്നെ തോന്നിയില്ലേ? നമ്മൾ ജോൺ ചാപ്റ്റർ 6 വായിക്കുന്നുണ്ട്, ഇതൊക്കെ വിഷമം പിടിച്ച പ്രബോധനം. അടുത്ത സെന്റൻസ് എന്താ? ഇത് വിഷമം പിടിച്ച പ്രബോധനം. ജോൺ ചാപ്റ്റർ 6 കാരണം ഇത് കേൾക്കുമ്പോൾ എന്താ പറയുന്നത്, ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ തോന്നുന്നുണ്ടാവും. ജോൺ ചാപ്റ്റർ 6 അതിന്റെ 60 തുടങ്ങിയെന്ന് വായിച്ചിട്ടുണ്ടോ? 60 പല ശിഷ്യന്മാരും അത് മാത്രം വായിച്ചാൽ മതി. 60 അവന്റെ പല ശിഷ്യന്മാരും ഇത് കേട്ട് പറഞ്ഞു, ഇത് വിഷമം പിടിച്ച പ്രബോധനമാണ്, ആർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും? മതി. ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ അല്ലെ? നോക്കൂ, ഇത് വിഷമം പിടിച്ച പ്രബോധനമാണ്, ആർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ഇത് 2000 years ബാക്ക് ഇറ്റ് വാസ് സെയിം എന്നും മനുഷ്യർ ചോദിച്ചിരുന്ന കാര്യം. അന്ന് കർത്താവിന്റെ വായിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കേട്ടവർ പറഞ്ഞു, ഇത് വിഷമം പിടിച്ച പ്രബോധനമാണ്, ആർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ഈ കഴിഞ്ഞ 20-21 നൂറ്റാണ്ടുകളിലും മനുഷ്യർ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്.
പക്ഷെ ഇത് ഉൾക്കൊണ്ട കുറെ ആൾക്കാർ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, കർത്താവിനെ കണ്ടവര്. നമുക്ക് അലക്സാണ്ടർ ഹിമനയോസും പിന്മാറിപ്പോയി, നശിച്ചുപോയി. പക്ഷേ വീഴാതെ ഒരു പോള് ജീവിച്ചു മരിച്ചു. അല്ലെങ്കിൽ പലരും ദേമാസ് പിന്മാറിപ്പോയി ലോകത്തിന്റെ അട്രാക്ഷൻ കണ്ടിട്ട്. പക്ഷേ ഈ ദേമാസ് പിന്മാറിയിട്ട് പൗലോസ് പിന്മാറിയോ? ഇല്ല. അന്ന് ദമാസ്കസിലോട്ടുള്ള യാത്രാമധ്യ കണ്ടുമുട്ടിയതാ. അതിനുശേഷം നെവർ ഹീ ടേൺ ബാക്ക്. കർത്താവ് പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്നോട്ട് പറഞ്ഞ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ കലപ്പയിൽ കൈവച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കലപ്പയിൽ കൈവച്ചവരാ. അതായത് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട് വാക്ക് കൊടുത്തവരാ, യാഗത്താൽ ഉടമ്പടി കഴിച്ചവരാണ്. അപ്പൊ അതിനുശേഷം അന്ന് അവർ പറഞ്ഞു, ആർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും? ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. കർത്താവിന് നമ്മൾ കീഴോട്ട് വായിക്കുമ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് 12 പേരുണ്ട് ബാക്കി. എൻ്റെ 66 തുടങ്ങി വായിക്കുമ്പോൾ ബാബു വായിക്കും. ഇതിനുശേഷം അവന്റെ പല ശിഷ്യന്മാരും പിന്മാറി. അപ്പൊ ഇവര് ഈ ശിഷ്യൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീരിയസ് വേർഡ്. കാരണം കർത്താവ് തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ, ബിഗിനിങ് ടു എൻഡ് എടുക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലെ യോഹന്നാന് തന്നെ നല്ലപോലെ അറിയാം ആരാ ശിഷ്യൻ. കാരണം തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് എന്താ പറഞ്ഞു, ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ ലൈവായിട്ട് എഴുതിയതല്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞ് അനേക വർഷങ്ങൾക്ക് ശേഷം എഴുതിയ. സോ ജോൺ വാസ് വെരി എന്താ പറയുക, ആക്യുറേറ്റ് ഇൻ യൂസിങ് ദി വേർഡ് ഡിസൈപ്പിൾ. അപ്പൊ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് എന്ത് പറഞ്ഞു? യോഹന്നാൻ എഴുതിയേക്കുന്ന അതെ, വചനത്തിൽ ഉറച്ചു നിന്നാൽ ശിഷ്യനാണ്. അപ്പൊ ഇവരെ ശിഷ്യൻ അഡ്രസ് ചെയ്തേക്കുന്നത് ഇവർ നല്ലൊരു ഡിസിഷൻ എടുത്ത ആൾക്കാരാണ്. കാരണം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടതാണ്, വെള്ളത്തിന് മുകളിൽ കർത്താവ് നടക്കുന്നത് കണ്ടതാണ്. ആ കർത്താവിന് വിടാതെ പിൻപറ്റിയവരവര്. അല്ലെ, നമുക്ക് ജോൺ ചാപ്റ്റർ 6 തന്നെ എടുക്കുമ്പോൾ അതിന്റെ 25ാം സെന്റൻസ് വായിക്കുമ്പോൾ, അവർ കടലിന്റെ മറുകരയിൽ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, രവി, എപ്പോഴാണ് നീ ഇവിടെ വന്നത്? യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, വയറ് നിറയെ അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ ഭക്ഷണത്തിന് വേണ്ടിയല്ല, നിത്യജീവന് ഉതകുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവരുടെ സ്റ്റാർട്ടിങ് വാസ് റൈറ്റ്. ഒരു തെറ്റുമില്ല ഇവർക്ക്. കാരണം രോഗത്തിലിരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? രോഗശാന്തി കിട്ടേണ്ടതാണ്. ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരാൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു വിടുതൽ നാച്ചുറൽ. അല്ലാതെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റ് അല്ല. സ്വാഭാവികമായിട്ടുള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ക്രിസ്ത്യൻ ലൈഫ്. അപ്പൊ ഇതിൽ അവർക്ക് രോഗശാന്തി കൊടുത്തു, അല്ലെങ്കിൽ വിശന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, കർത്താവ് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുന്ന കണ്ടു. അപ്പൊ ഇവർ നാച്ചുറലി കർത്താവിനെ വിടാതെ പിൻപറ്റി പുറകെ ചെല്ലുമായിരുന്നു. അപ്പൊ കർത്താവ് വള്ളത്തിൽ കയറി അക്കരെ ചെന്നപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു? കര വഴി അക്കരെ ചെന്നു. കാരണം ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടുള്ള റൂട്ടാ. ഗലീലിയ കടൽ എന്ന് പറയുന്നത് ചെറിയ തടാക കടൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ കർത്താവ് പറഞ്ഞു, കർത്താവിന് ഈ മോട്ടീവ് കണ്ടപ്പോ കർത്താവിന് സംശയം തോന്നിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ അപ്പം നിന്നുകൊണ്ട് എങ്ങനെ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഈ അനുഗ്രഹം കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഇതിനു വേണ്ടി അല്ല നിങ്ങൾ അധ്വാനിക്കേണ്ടത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത്, അനശ്വരമായതിനു വേണ്ടി. ഇത് തന്നെ നമ്മൾ ആദ്യം ചിന്തിച്ചത്. പോൾ പറഞ്ഞു, ഈ ലോകത്തിലെ ഭൗതിക അധ്വാനം അല്ലെങ്കിൽ ശാരീരിക അധ്വാനം ഗുണങ്ങളുള്ളതാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനുഗ്രഹം കിട്ടുന്നത് നല്ല. ദാരിദ്ര്യത്തിലിരിക്കുന്നവർക്ക് ദാരിദ്ര്യം മാറേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ വിശക്കുന്ന വയറിൽ ഭക്ഷണം കിട്ടേണ്ടത് ആവശ്യമാണ്. രോഗത്തിലിരിക്കുന്ന ആൾക്ക് രോഗശാന്തി കിട്ടേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയായിരിക്കുന്നു? ഈ അനശ്വരമായതിനു വേണ്ടിയിട്ടുള്ള ദാഹത്തിലേക്ക്, അല്ലെ ആ ദാഹത്തെ ക്വെഞ്ച് ചെയ്യാനായിട്ടുള്ള മീൻസ് ആയിരിക്കും. അത് കർത്താവ് മാത്യു ചാപ്റ്റർ 11:29 കർത്താവ് ഏറെ അത്ഭുതങ്ങൾ ചെയ്തു. ഈ ചെയ്ത പട്ടണങ്ങളൊന്നും അനുദപിച്ചില്ല. അപ്പൊ കർത്താവ് അവയെ ശാസിക്കാൻ തുടങ്ങി. മാത്യു ചാപ്റ്റർ 11:29 തുടങ്ങി വായിക്കുമ്പോൾ 30 തുടങ്ങി വായിക്കുമ്പോൾ മാത്യു 11:30. കാരണം എന്റെ മുഖം 11:30 അല്ല 20 സോറി. യേശു തന്റെ മഹാത്ഭുതങ്ങളിൽ മിക്കവയും പ്രവർത്തിച്ച നഗരങ്ങൾ അനുദപിച്ചില്ല. അതുകൊണ്ട് അവൻ അവയെ ശാസിക്കാൻ തുടങ്ങി. മതി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് അറിയേണ്ട ഒരു കാര്യം, കർത്താവ് നമുക്ക് ഭൗതികമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്ത പട്ടണങ്ങൾ, കർത്താവ് അത്ഭുതം ചെയ്തത് അവരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ കർത്താവിന് റിയലി ദുഃഖം തോന്നി. നമ്മൾ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത്, മടക്കി അയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അവർ വഴിയിൽ തളർന്നു വീണു പോകും, എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. മറ്റൊരു സ്ഥലത്ത് നമ്മൾ കാണുന്ന ലാസർ മരിച്ച സ്ഥലത്ത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ
ആ ലാസറിന്റെ സഹോദരിമാരും കൂടെ വന്ന യഹൂദരെല്ലാം കരയുന്ന കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് സെയിം ലോഡ് ഇസ് സ്റ്റിൽ ലിവിങ്. നമ്മുടെ കർത്താവിന്റെ ഹൃദയം ഇത്. അവര് വിശന്നിരിക്കുന്ന കണ്ടപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇവരുള്ള നേരത്തെ തിരികെ അയക്കും, നമുക്ക് ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, അവർ തിരികെ അയക്കരുത്, നിങ്ങൾ തന്നെ അവർക്ക് കൊടുക്ക്. അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ മനസ്സലിഞ്ഞ കർത്താവ്, അല്ലെങ്കിൽ ലാസറിന്റെ വീട്ടിൽ ചെന്ന് എല്ലാവരും കരയുന്ന കണ്ടപ്പോൾ കൂടെ കരഞ്ഞ കർത്താവ്. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നില് ഓരോ വ്യക്തിയെ കുറിച്ചും കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരായി തീർന്ന. ഇറ്റ് ഡസ് നോട്ട് മീൻ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്. അപ്പൊ നമ്മുടെ ജീവിതം എടുക്കുമ്പോൾ നമ്മൾ ഈ ഭൗതിക അല്ലെങ്കിൽ ശാരീരിക അധ്വാനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണോ, അത് ആധ്യാത്മികതയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവരാണോ എന്നുള്ളതാണ് കർത്താവിന്റെ പ്രീതിക്ക് പാത്രമാകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന കാര്യം. കാരണം കർത്താവിന് ഹൃദയങ്ങളെ അറിയാം. നമുക്കറിയാവുന്ന ഒരു വേർഡുണ്ട്, നമ്മൾ ചിന്തിക്കാറുള്ളതായി 1 Corinthians 8:3 വായിക്കുമ്പോൾ. അതെല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കേണ്ട വചനം. കാരണം നമുക്ക് മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ എങ്ങനെ വേണേലും ബിഹേവ് ചെയ്യാൻ പറ്റും. 1 Corinthians 8:3 ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. സ്റ്റോപ്പ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ 20 പേര് 25 പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ മോട്ടീവും എന്തിനു വേണ്ടി ജീവിക്കുന്നെന്നും ഹൃദയത്തിന്റെ ലക്ഷ്യം എന്താണെന്നും ആധ്യാത്മികതയ്ക്കാണോ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്, അതേ അപ്പം തിന്നുന്നതിനും ഭൗതിക അനുഗ്രഹം നേടുന്നതിനും രോഗശാന്തി നേടുന്നതിനുമാണോ? എവറിത്തിങ് ഈസ് അവന്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഈ കർത്താവിന്റെ മുമ്പിൽ എന്താ പറയുക, അഭിമാനത്തോടെ അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? ഐ ലവ് യു ലോഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്ക് തിബേരിയസ് കടൽ തീരത്ത് വെച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നമുക്കറിയാം, പത്രോസിനോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു? അല്ലെ മറ്റുള്ളവരെ നല്ല, ആക്ച്വലി എല്ലാറ്റിലും ഉപരിയായി ആൾക്കാർക്കും അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടിക്കും എല്ലാറ്റിലും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസിനോട് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവ്. വീണ്ടും ചോദിച്ചു, പത്രോസ് നീ എല്ലാറ്റിലും ഉപരിയായിട്ട് അല്ലെങ്കിൽ എല്ലാറ്റിലും ഉപരിയായിട്ട് ആൾക്കാരെക്കാൾ അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടിയേക്കാൾ എല്ലാം ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവ് ഞാൻ സ്നേഹിക്കുന്നു. വീണ്ടും കർത്താവ് ചോദിച്ചു, കൂലി എല്ലാറ്റിലും ഉപരിയായിട്ട് അല്ലെങ്കിൽ നിന്റെ മറ്റുള്ള വ്യക്തികളെക്കാൾ ഉപരിയായിട്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടിയേക്കാൾ ഉപരിയായിട്ട് എല്ലാറ്റിലും ഉപരിയായിട്ട് നീ 3rd ടൈം ചോദിച്ചു കഴിഞ്ഞപ്പോ പത്രോസിന് തോന്നി ഇതത്ര ശരിയല്ല, ഇതിന് ആൻസർ കൊടുക്കുന്നതിന്. ദെൻ പത്രോസ് പറഞ്ഞു, ലോർഡ് യു നോ എവരിതിങ്, നീ എല്ലാം അറിയുന്നു, ഹൃദയങ്ങളെ അറിയുന്നു, ഹൃദയത്തിന്റെ മോട്ടീവ് അറിയുന്നു. അപ്പോൾ ഈ 3rd ക്വസ്റ്റ്യൻ ലോർഡ് ഈസ് ആസ്കിങ് അസ് നൗ, 3ാമത്തെ തവണ. കാരണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ടിൽ നമ്മളെല്ലാം കർത്താവിന് ഉത്തരം കൊടുക്കും. 3rd ടൈം ലോർഡ് ഈസ് ആസ്കിങ് അസ്, നമുക്ക് പറയാൻ പറ്റും ലോർഡ് ഒന്നാമതും രണ്ടാമതും പറഞ്ഞ അതേ എക്സ്റ്റെൻഡ് ഐ ലവ് യു ലോർഡ്. കാരണം ലോർഡ് നോസ് ദോസ് ആർ ലവിങ് ഹിം. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവിന് അറിയാം. ഇത് ബൈബിൾ സ്റ്റഡിക്ക് പോകുന്ന കാര്യമോ പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യമോ അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് പോകുന്ന കാര്യമോ കൂട്ടായ്മ മുടക്കുന്ന കാര്യമോ ഒന്നുമല്ല. നോ, എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ച് അവരെല്ലാം മടങ്ങിപ്പോയി. പല ശിഷ്യ അപ്പം ജോൺ ചാപ്റ്റർ 6 വരുമ്പോൾ 6:66 6:66 ആണ്. അതിനകത്ത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെ എഴുതിയിരുന്നു. ഇതിനുശേഷം അവന്റെ പല ശിഷ്യന്മാരും പിന്മാറി, പിന്നീട് അവന്റെ കൂടെ നടന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യം, ഈ പിന്മാറിയവരാരും ജസ്റ്റ് വഴിയരിയിൽ വീണ വിത്തോ അല്ലെങ്കിൽ എന്താ പറയുക പാറപ്പുറത്ത് വീണ വിത്തോ ഒന്നും അല്ല. ഇവര് they were disciples and now we are disciples. നമ്മൾ ഡിസൈപ്പിൾ ആയതുകൊണ്ട് നമുക്ക് ലോകത്തിലെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഡിസൈപ്പിൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് nobody is thinking, nobody is teaching, nobody is concerned about it. യൂദായുടെ ലേഖനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, യൂദായുടെ ലേഖനം എഴുതാൻ തന്നെ കാരണം ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ദൈവം തന്നെ പിന്നീട് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യാതിരുന്നവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് പിന്നീട് അവർ കൂടെ നടന്നേ ഇല്ല. അപ്പൊ എന്നിട്ട് ഈ 12 പേരോട് കർത്താവ് ചോദിച്ചു. 67 വായിച്ചപ്പോ യേശു തന്റെ 12 പേരോട് ചോദിച്ചു, നിങ്ങളും പോകുന്നോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. മതി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കൂടെ വന്നവരെല്ലാം നമ്മളും അങ്ങനെയൊക്കെ വന്നവരായിരിക്കും. അബ്സല്യൂട്ട്ലി നത്തിങ് റോങ്. നമ്മൾ ചിലപ്പോൾ രോഗശാന്തി കിട്ടിയായിരിക്കും കർത്താവിലേക്ക് വന്നത്.
അല്ലെങ്കിൽ ഒരു അത്ഭുതം കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രോഗികളിൽ നടന്ന അത്ഭുതം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വലിയ അങ്ങനെ ഉള്ള സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. മിറക്കുലസ് ആയിട്ടുള്ള രോഗശാന്തി കിട്ടി വന്നത്, വാട്ട് എവർ മേ ബി ദി മീൻസ് ബൈ വിച്ച് വി ഹാവ് കം ടു ദി ലോർഡ്, ഇറ്റ് ഇസ് ടോട്ടലി ഇമ്മറ്റീരിയൽ. ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നിലനിൽക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഈ 69-ാം സെന്റൻസ് അല്ല 68-ാം സെന്റൻസിൽ, അതായത് പത്രോസ് പറഞ്ഞത്, കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ദാറ്റ് ഈസ് ഓൺലി സോഴ്സ്. നിത്യജീവന്റെ വചനങ്ങളുള്ള ഒരേ ഒരു സോഴ്സ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയാണ്. അപ്പൊ കർത്താവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒരു ഹീലറായിട്ടാണ്, രോഗശാന്തി നൽകുന്നവനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ അത്ഭുതം ചെയ്യുന്ന, അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ടിൽ നിന്നും വിടുവിക്കുന്ന, ഭൗതികമായിട്ട് അനുഗ്രഹിക്കുന്ന, കാരണം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു പറഞ്ഞാൽ ഭൗതിക നന്മയാണ്. ഭൗതികമായിട്ട് അനുഗ്രഹിക്കുന്ന, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും മാറ്റിത്തരുന്ന ഒരു യേശുവിനെയാണ് പരിചയപ്പെട്ടിരിക്കുന്നതെങ്കിൽ യു ലൂസ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ നടന്ന, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ദൈവത്തെയാണ് അറിഞ്ഞിരിക്കുന്നതെങ്കിൽ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം യു മേ സ്റ്റാൻഡ് ഫോർ 10 years or 15 years, അല്ലെങ്കിൽ 20 വർഷം നിലനിന്നിരിക്കും. ബട്ട് നിലനിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ നിത്യജീവന്റെ ജീവന്റെ ഉറവിടമാണ് കർത്താവ്. ഇതല്ലാതെ വേറെ രക്ഷാമാർഗം ഇല്ല. ജോബ് പറയുന്ന പോലെ, അവൻ എന്നെ കൊന്നാലും നോ പ്രോബ്ലം, എനിക്ക് രോഗശാന്തി കിട്ടിയില്ല പോലും അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം, എൻ്റെ ദാരിദ്ര്യം മാറിയില്ല പോലും നോ പ്രോബ്ലം, അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടു പോലും ഇല്ല പോലും നോ പ്രോബ്ലം. കാരണം ജീവന്റെ ഉറവിടമായിട്ടുള്ളത് കർത്താവ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് Psalm 16:11, അതായത് നിന്റെ സന്നിധിയിൽ നിറവാർന്ന സന്തോഷമുണ്ട്. ദാറ്റ് ഈസ് ദി ഓൺലി സോഴ്സ്. നമുക്ക് ലോക ഹിസ്റ്ററി എടുത്താൽ സോളമൻ ലോകത്തിന്റെ എല്ലാ, അതായത് എൻ്റെ കണ്ണ് കൊതിച്ചത് ഒന്നും ഞാൻ വേണ്ടാന്ന് വെച്ചില്ല. സോളമന്റെ തന്നെ സാക്ഷി. സോളമൻ എന്താ പറയുന്നത്, വേനൽക്കാല വസതികൾ ഉണ്ടാക്കി, ശരത്കാല വസതികൾ ഉണ്ടാക്കി, മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചു, 1000 സ്ത്രീകളെ കല്യാണം കഴിച്ചു. അവസാനം മരിക്കാറായപ്പോൾ ഒരു നിരാശനായിട്ട് മരിച്ചു. മനുഷ്യന്റെ ആത്മാവ് അടിയിലേക്കാണ് പോകുന്നത്. മൃഗത്തിന്റെ ആത്മാവും മൃഗവും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസം നോക്കാം. അപ്പോൾ ഈ മനുഷ്യനെ എല്ലാ മെത്തേഡുകളും ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് കാറൽ മാർക്സ് കമ്മ്യൂണിസം കൊണ്ടുവന്നു. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് കൺട്രികളെല്ലാം കുറെ കാലം കഴിഞ്ഞപ്പോൾ ദേ ഫെയിൽഡ്. അതായത് പരാജയപ്പെടാത്ത ഏക സിദ്ധാന്തം കർത്താവായ യേശുക്രിസ്തുവിന്റെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ മാത്രമേ മനുഷ്യന്റെ തേഴ്സ്റ്റിനെ ക്വെഞ്ച് ചെയ്യുന്ന സന്തോഷം തരാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സന്തോഷിച്ചു, 10 ദിവസം കഴിഞ്ഞ് അതില്ല, അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതില്ല. എന്നാൽ കർത്താവിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, കർത്താവ് മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ തന്നെ, ജീസസ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ കർത്താവിൽ നിന്ന് എന്ത് കിട്ടുന്നു അത് മാറ്റമില്ലാത്തതായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്, ഈ ദൈവിക ഭക്തിയിൽ നമ്മൾ പരിശീലനം നേടേണ്ട കാര്യങ്ങളെ കുറിച്ച് അപ്പസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതില് ഒന്ന് നമ്മൾ ചിന്തിച്ചത്, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി സാധാരണക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല. നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്താൽ മതി. ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ദൈവത്തെ അറിയാത്ത നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ബന്ധക്കാര്, നമ്മുടെ സ്വന്തക്കാര്, അവരുടെ ജീവിതം നമ്മുടെ ജീവിതം തമ്മിൽ ഒരു 10% ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു വിൽ ബി റിജക്റ്റഡ്. കർത്താവ് പറഞ്ഞേക്കുന്നത് ക്രിസ്തുവും ബലിയാലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് കർത്താവ് പറഞ്ഞത്. അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ ലൈഫ് അംബീഷൻസ് എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട്, ചെറിയൊരു മയക്കം തട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യത്യാസം ഉള്ളെങ്കിൽ ഇതിന് കൂടുതൽ ഗൗരവം നമ്മളത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. കാരണം 2000 years കടന്നു പോന്നപ്പോൾ ഈ അപ്പസ്റ്റോലിക് ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ കാണാനില്ല. അപ്പസ്തോലന്മാരുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ ഏർലി ക്രിസ്ത്യൻസിന്റെ ജീവിത ലക്ഷ്യം, നമ്മളൊരു നിസ്സാര എക്സാമ്പിൾ എടുത്താൽ മതി. ഹെബ്രായ വിശ്വാസികളുടെ ഭൗതിക സമ്പത്ത് അപഹരിക്കപ്പെട്ടു, അല്ലെ അവര് ചൂഷണം ചെയ്യപ്പെട്ടു, അവരുടെ ഭൗതിക സമ്പത്ത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അത് കേൾക്കുന്ന അവർ ദൈവ സോഷ്യലി എക്സ്കമ്മ്യൂണിക്കേറ്റഡ്, കർത്താവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അവരുടെ മനസ്സിനെ ഒരു അബ്സല്യൂട്ട് ഒരു പോറൽ ഏൽപ്പിക്കാൻ പോലും ആ സൊസൈറ്റിക്ക് പറ്റിയില്ല. എഴുതിയേക്കുന്നത് ഭൗതിക സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ അവര് സന്തോഷിച്ചെന്ന. അത് ഇന്ന് നമുക്ക് കിട്ടില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി നമുക്ക് കാണാനില്ല. അതുകൊണ്ട് ദൈവം തന്റെ സ്റ്റാൻഡേർഡ് മാറ്റി നമ്മൾ വിചാരിക്കുന്നു. അപ്പസ്തലന്മാര് പ്രഹരിക്കപ്പെട്ടപ്പോൾ നമ്മൾ വായിക്കുന്നത്
തിരുനാമത്തെക്കുറിച്ച് അപമാനം ഏൽക്കാൻ യോഗ്യരായിട്ട് എണ്ണിയത്. അവർ ചോദിച്ചു വാങ്ങിക്കുകയത്. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ അഖായക്കാര്, മാസിഡോണിയക്കാരും അല്ലെങ്കിൽ അഖായക്കാര് ദരിദ്രരെ സഹായിക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് കേട്ടപ്പോൾ മാസിഡോണിയക്കാർ പൗലോസിനോട് ചോദിച്ചു, ഞങ്ങളെയും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റഡ് ആക്കണം. സാധാരണ മനുഷ്യരെങ്ങനെയായിരിക്കും? എവിടെയെങ്കിലും ദാരിദ്ര്യ കഷ്ടപ്പാടുണ്ട്, അവിടെ ഒരു പിരിവെടുക്കുന്നുണ്ടെന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മൾ സമറിയക്കാരൻ്റെ ഇത് വായിക്കുമ്പോൾ പുരോഹിതനും ലേവ്യനും സമറിയക്കാരൻ ഇവിടെ വൂണ്ടഡായിട്ട് കിടക്കുന്ന ആളെ കണ്ടപ്പോൾ വഴി മാറിപ്പോയി. എന്നാൽ ഒരു സമറിയക്കാരൻ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കുന്ന പോലെ നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി, ലോകത്തിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റിയും ബൈബിളിൽ കാണുന്ന ക്രിസ്ത്യാനിറ്റിയായിട്ട് അബ്സല്യൂട്ട്ലി നോ റിലേഷൻ, ഒരു ബന്ധമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിട്ട് സാധാരണക്കാരെ പോലെ ജീവിച്ചാൽ നമുക്ക് കിരീടം കിട്ടില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വി ആർ ഡിഫറെന്റ്. ഭക്തരെ ദൈവം തന്റെ സ്വന്തമാക്കിയേക്കുന്നു. നമ്മൾ ആ ഒരു എപ്പോഴും ഉള്ളിൽ നമുക്കൊരു ഒരു സ്പ്രിങ് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഈ ചിന്ത ഉണ്ടായിരിക്കണം. ഐ എം ഡിഫറെന്റ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. പഠിക്കുന്ന പിള്ളേരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പഠിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഡിഫറെന്റാണ്. അവർ ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് നോക്ക്, ഹിസ്റ്ററി എടുത്താൽ, ഹിസ്റ്ററി മീൻസ് ബിബ്ലിക്കൽ ഹിസ്റ്ററി എടുത്താൽ, ഇസ്രായേൽക്കാരുടെ പേടകം ഫിലിസ്തീനിൽ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് നമുക്ക് അറിയാവുന്ന കാര്യം, ദാഗോന്റെ വെള്ളത്തിൽ കൊണ്ടുവച്ചു, ദാഗോൻ തലകുത്തി വീണു. ഇങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ കുരുക്കള്, പീഡകൾ, ബാധകളെല്ലാം വന്നപ്പോൾ അവർ പ്രശ്നം വെച്ച് നോക്കി പറഞ്ഞു ഇത് പ്രശ്നമായിരിക്കും, ഇത് കാരണമായിരിക്കും. അവര് വണ്ടിയിൽ കയറ്റി അത് തിരികെ അയച്ചു. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു, വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പൊ ദാവീദ് പിന്നീട് ഈ പേടകം കൊണ്ടുകൊണ്ടൊരു കാര്യം നോക്കിയപ്പോൾ അപ്പൊ ചിന്തിച്ചു, ഫിലിസ്ത്യൻസ് വണ്ടിയിൽ കൊണ്ടുപോയി. അപ്പൊ സംഗതി എടുപ്പിച്ച് ചുമന്നോണ്ടൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെയിം വേ ക്രിസ്ത്യൻ ലൈഫ് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആർക്ക് പറ്റും? ഇത് ആർക്കെങ്കിലും പറ്റുന്ന പരിപാടിയാണ്. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നോക്ക്, ഐ ഹാവ് സോ മെനി എക്സ്പീരിയൻസ്. പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ ജീവിക്കാൻ പറ്റുമോ? ഇത് എന്നും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. പലരും ചോദിക്കുന്നു, നുണ പറയാതെ, ഒരു നുണയും പറയാതെ ജീവിക്കാൻ പറ്റുമോ? പല സുവിശേഷ പ്രവർത്തകർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു നുണയും പറയാതെ ജീവിക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം എന്താ? അല്ല, പറ്റില്ലെങ്കിൽ എന്താന്നുള്ളത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, സകല നുണയരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന. അതുകൊണ്ട് ഈ ബാക്കിയുള്ള ക്വാളിറ്റി എല്ലാം എഴുതിയേക്കുന്നതിന്റെ കൂട്ടത്തില് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കിയാൽ ഈ റെവലേഷൻ ചാപ്റ്റർ 21 എടുക്കുമ്പോൾ ഭീരുവിന്റെയും അവിശ്വസ്തന്റെയും കളങ്കിതന്റെയും കൊലയാളിയുടെയും വ്യഭിചാരിയുടെയും മന്ത്രവാദിയുടെയും വിഗ്രഹാരാധകന്റെയും സർവ്വനുണയരുടെയും ഓഹരി ഗന്ധകമെരിയുന്ന തീത്തടാകമായിരിക്കും. ഈ ബാക്കിയുള്ള പാപങ്ങൾ എഴുതിയേക്കുന്നിടത്തൊന്നും ആദ്യം ഒരു അഡ്ജക്റ്റീവ് ഇല്ല. കണ്ടോ, അവിടെ എഴുതിയേക്കുന്നിടത്ത് ഭീരുവിന്റെയും അല്ലെങ്കിൽ സകല ഭീരുവിന്റെയും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ അവിശ്വസ്തൻ്റെന്ന് എഴുതിയിട്ടുണ്ട്, സകല അവിശ്വസ്തന്നില്ല, അല്ലെങ്കിൽ കളങ്കിതൻ, എല്ലാ കളങ്കിതരുടെയും ഇല്ല, എല്ലാ കൊലയാളികളുടെയും ഇല്ല. കൊലയാളികൾ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. മീൻസ് ബൈബിളിൽ തന്നെ പലതരം കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം തന്നെ പല വകുപ്പുണ്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ബൈബിളിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. മന്ത്രവാദിയുടെയും വിഗ്രഹാരാധകന്റെയും, വിഗ്രഹാരാധന തന്നെ പലതുണ്ട്. ലിറ്ററൽ വിഗ്രഹം വെക്കാൻ പറ്റും. പിന്നീട് ദ്രവ്യാഗ്രഹി വിഗ്രഹാരാധകൻ തന്നെയാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. സകല ദ്രവ്യാഗ്രഹികളും എന്താ? വിഗ്രഹാരാധകരാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം ഇങ്ങനെ എഴുതാൻ കാരണം, സർവ്വ നുണയരുടെ ഓഹരി എന്ന് പറയാൻ കാരണം, ഈ നുണ ചില ആൾക്കാർ ചെറിയ നുണ, വലിയ നുണ, അതൊരു നിസ്സാര കാര്യമല്ലെന്ന് എടുക്കാറുണ്ടല്ലോ. ദൈവത്തിന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ച് നോക്കും, ഒരു ചെറിയ നുണ പറയുന്നു. അല്ലെ പൗലോസിനെ കുറിച്ച് ചിന്തിച്ച് നോക്കും, ചെറിയ നുണ. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ പാപത്തെ പാപമായിട്ട് എടുക്കാറില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന്റെ വചനമായിട്ട് എടുക്കാറില്ല. നമുക്കെല്ലാം ഉള്ള ഒരു മിസ്റ്റേക്കാണ്. ഈ തെസലോണിക്കക്കാരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് പൗലോസ് പറഞ്ഞേക്കുന്നത് എന്താ? ഓർക്കുന്നില്ലേ? നമ്മുടെ ഈ ഏക സിലബസാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തെസലോണിക്കക്കാരുടെ ബെറിയയിലുള്ളവർ നമുക്കറിയാം, അവര് ദൈവവചന അനുദിനം പരിശോധിച്ചു. തെസലോണിക്കക്കാരുടെ യുണീക്ക് ക്വാളിറ്റി എന്തായിരുന്നു? ദൈവത്തിന്റെ വചനം
എക്സാക്ട്ലി. ഫസ്റ്റ് തെസ്സലോനിയൻസ് 2:13 വായിക്കുമ്പോൾ, പക്ഷെ നമുക്ക് ആ ക്വാളിറ്റി പൊതുവേ ഇല്ല. ദൈവത്തിന്റെ വചനത്തെ ഒന്ന് വായിച്ചു പോകാം. ഞങ്ങളിൽ നിന്ന് കേട്ട ദൈവവചനം സ്വീകരിച്ചപ്പോൾ നിങ്ങൾ അത് മനുഷ്യവചനമായിട്ടല്ല, അത് യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവവചനമായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. നോക്ക്, പൗലോസിന്റെ വാക്കുകളാണ്, അല്ലെ പൗലോസിന്റെ റൈറ്റിങ്സാ, പൗലോസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ. ഇന്നത്തെ തന്നെ ക്രിസ്ത്യ സമൂഹങ്ങൾ എടുത്താൽ സുവിശേഷം മോർ ഇമ്പോർട്ടൻറ്റ്, ലേഖനങ്ങൾക്ക് ലെസ് ഇമ്പോർട്ടൻസ്. പക്ഷെ ഇവിടെ പൗലോസ് പറയാം, ഞങ്ങളിൽ നിന്ന് കേട്ട ദൈവവചനം അത് യഥാർത്ഥത്തിലായിരിക്കുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ ആര് സ്വീകരിച്ചു? തെസ്സലോനിക്കക്കാർ സ്വീകരിച്ചു. തെസ്സലോനിക്കക്കാർ അന്ന് സ്വീകരിച്ചു 2000 years ബാക്ക്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മളും അത് ദൈവത്തിന്റെ തിരുമൊഴികളായിട്ട് പലപ്പോഴും എടുക്കാറില്ല. എങ്കിൽ നമ്മുടെ ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ എഴുതിയേക്കാണ്, സകല നുണയരുടെയും ഓഹരി തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്കയായിരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ട് ആദത്തിനും അവയ്ക്കും പറ്റിയ അതേ തെറ്റ് തന്നെ. ആദത്തിനും അവയോടും പറഞ്ഞ് തിന്നുന്ന നാൾ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. കുറെ കഴിഞ്ഞപ്പോ അങ്ങനെയൊക്കെ ദൈവത്തെ എത്ര നാളായിട്ട് നമ്മൾ ദൈവത്തിന്റെ കൂടെ നടക്കുക. ദൈവം ഇത്ര സീരിയസ് ആണെന്ന് ആദ്യം അവയും വിചാരിച്ചില്ല. നമ്മൾ റോമാലേഖനം എടുക്കണ്ട 9:28 നമ്മൾ വായിക്കുന്നത്, കർത്താവ് തന്റെ ന്യായവിധി കർക്കശമായിട്ട് നടപ്പിലാക്കും. അല്ലെ ദൈവത്തെക്കുറിച്ച്, അല്ലെ ദൈവം അല്ലാതായി തീരും. അപ്പൊ ഇവിടെ സകല നുണയരുടെ, നമ്മൾ ആലോചിക്കും, നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒക്കെ നുണ പറയുന്നവരാണ്. എന്നിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് നടത്തും. ഇതൊന്നും ഒരു ഗൗരവമായി തീരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞിട്ടുള്ള നുണകളെ കുറിച്ച് എല്ലാം മാനസാന്തരപ്പെടുകയും നുണയിൽ നിന്ന് വിമോചനം നേടുകയും ചെയ്യാതെ മരിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്കയിൽ ചെന്ന് വീഴും എന്നുള്ള കാര്യത്തിൽ അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ വചനമായിട്ട് എടുക്കുന്നത്. തെസ്സലോനിക്കക്കാർ അങ്ങനെ എടുത്തു. ഇത് വായിക്കുമ്പോൾ സർവ്വ നുണയരുടെയും ഓഹരി തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്കയാണ്. പക്ഷെ പിന്നെ നുണ പറയും, അതൊരു ചെറിയ നുണ, അല്ലെങ്കിൽ ഒരു വലിയ നുണ. ഇതിങ്ങനെ തന്നെ ദൈവം വിധി നടപ്പിലാക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവ് ഒരു കാര്യം പറഞ്ഞു, മുമ്പന്മാരിൽ പലരും പിമ്പന്മാരാകും, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ ടൈറ്റിലോട് കൂടി കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല ആൾക്കാരെയും നരകത്തിൽ കാണേണ്ടി വരും. കാരണം അവർ നുണ പറഞ്ഞ് നുണയിൽ നിന്ന് വിജയം നേടാതെ എന്താ പറയുക, അടിമ കുറെ കാലത്തേക്ക് ഭവനത്തിൽ ജീവിക്കും, പക്ഷെ എക്കാലവും ജീവിക്കില്ല. പുത്രനാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടി, അവിടെ കർത്താവ് പ്രത്യേകം പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അപ്പൊ നമ്മൾ പാപത്തിന്റെ അടിമയായിട്ടാണ് മരിക്കുന്നെങ്കിൽ നമ്മൾ ഭവനത്തിൽ വസിക്കില്ല. അല്ലെങ്കിൽ ഇവിടെ എഴുതിയേക്കും, സകല നുണയരുടെയും ഓഹരി തീയും ഗന്ധവും എരിയുന്ന തീത്തടാകമായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നരകത്തിൽ വിടാൻ നോക്കിയാൽ നമ്മൾ ആ ശിഷ്യന്മാർ ചോദിച്ച അതേ ചോദ്യം വരും. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആർക്കെങ്കിലും ഇത് ആരെ കൊണ്ട് പറ്റും? ഒരിക്കലും ദാവീദും ഇങ്ങനെ ഒരു പ്രശ്നത്തിലായി. ദാവീദ് ആരാ പേടകത്തെ തൊട്ട ആളുടെ പേര്? ഉസ പേടകത്തെ തൊട്ട് ഉസ മരിച്ചു കഴിഞ്ഞപ്പോ ദാവീദ് എന്ത് ചെയ്തു? ഭയപ്പെടുക മാത്രമല്ല, പേടകമല്ല അവിടെ ഇവിടെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്ഥലം വിട്ടു, പേടിച്ചു പോയി. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത് 2 സാമുവേൽ 6 എടുക്കുമ്പോൾ നമ്മൾ എന്താന്ന് ചോദിച്ചാൽ ഇതിനെ ഗൗരവമായിട്ട് എടുക്കാറില്ല. ദൈവത്തിന്റെ വചനത്തെ ഗൗരവമായിട്ട് നമ്മൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഗോഡ് ഈസ് വെരി സീരിയസ്. 2 സാമുവേൽ 6 അതിന്റെ 6 നമുക്കറിയാവുന്ന സംഭവം മുഴുവൻ വായിക്കണ്ട, 6ാം സെന്റൻസ് തുടങ്ങി വായിക്കുമെന്ന് വായിക്കുമ്പോൾ, അവർ നാഗോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാളകൾക്ക് കാലിടറി. തന്മൂലം ഉസ കൈ നീട്ടി ദൈവത്തിന്റെ പേടകത്തിൽ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസായുടെ നേരെ ജ്വലിച്ചു. അയാൾ തന്റെ കൈ പേടകത്തിന്റെ നേർക്ക് നീട്ടിയത് കൊണ്ട് ദൈവം അയാളെ വധിച്ചു. അവിടെ ദൈവത്തിന്റെ പേടകത്തിന് സമീപത്ത് വെച്ച് അയാൾ മരിച്ചു. കർത്താവിന്റെ കോപം ഉസായുടെ മേൽ നിവദിച്ചതിനാൽ ദാവീദ് കോപാകുലനായി. ആ സ്ഥലം ഇന്നോളം പെരേസ് ഉസ എന്ന് വിളിക്കപ്പെടുന്നു. അന്ന് ദാവീദ് കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിന്റെ പേടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുപോകും എന്ന് ദാവീദ് പറഞ്ഞു. തന്മൂലം കർത്താവിന്റെ പേടകം സ്വനഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ദാവീദ് തയ്യാറായില്ല. ദാവീദ് വഴിമാറി അത് ഗിത്യനായ ഒബേദ് ഏദോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ പേടകം. അതായത് ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ദാവീദിന്റെ ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയുന്നത് കോപമായിരുന്നു. ഞാൻ ഇത്രയും കാലമായിട്ട് ദൈവത്തെ സേവിച്ച് നടക്കുകയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പേടകം
വളരെ പാടുപെട്ട് കൊണ്ടുവരുവാണ്. ഇങ്ങനെയെല്ലാം നമ്മളൊക്കെ ചിന്തിക്കാറുള്ള കാര്യം. നമ്മൾ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നു മറ്റുള്ള നമ്മുടെ അൺകൺവേർട്ടഡ് റിലേറ്റീവ്സുമായിട്ടും അല്ലെങ്കിൽ ലോകത്തിൽ ഇന്നത്തെ കോണ്ടംപററി മറ്റ് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന സഭക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പൊ ദാവീദിന് ഇവിടെ നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ഫിലിസ്ത്യൻസ് പേടകം വണ്ടിയെ കയറ്റി കൊടുത്തയച്ചു. അവർക്ക് ഒരു പ്രമാണം ഇല്ലാത്തവരായിരുന്നു. നമ്മുടെ അൺകൺവേർട്ടഡ് റിലേറ്റീവ്സ്, നമ്മുടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന മറ്റ് സഭക്കാരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് നോക്കിയിട്ടല്ല ദൈവം തന്റെ സ്റ്റാൻഡേർഡ് ഫോമുലേറ്റ് ചെയ്തേക്കുന്നത്. അവന്റെ കാൽച്ചൂടുകളെ പിൻപറ്റാൻ അവൻ നമുക്കായിട്ട് ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ഓൺലി വൺ എക്സാമ്പിൾ, ദർ ഇസ് നോ അതർ എക്സാമ്പിൾ. പൗലോസ് പോലും ഭയത്തോടെ പറഞ്ഞു, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നത് പോലെ എന്നെ പിൻപറ്റുക. അല്ലാതെ എന്നെ പിൻപറ്റാൻ പൗലോസ് പറഞ്ഞില്ല ടു ദി എക്സ്റ്റെന്റ്. കാരണം എല്ലാ കാര്യത്തിലും പൗലോസിനെ പിൻപറ്റാൻ പറയാൻ പൗലോസിന് പറ്റില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ടു ദി എക്സ്റ്റെന്റ് ഐ ആം ഫോളോയിങ് ദി ലോർഡ്, യു ഫോളോ മീ. അപ്പൊ ഇവിടെ ദാവീദിന് ചുരുക്കം ചില എനിക്കും ഈ ഇമോഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇമ്മീഡിയറ്റ്ലി വിത്തിൻ സെക്കൻഡ്സ് ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോട് കോപം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ നോട്ട് ഈവൻ ഫോർ 2 seconds ഒരു പ്രൈമറി ഇമോഷനായിട്ട് കോപം വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു, 1 second അല്ലെങ്കിൽ 2 second പോലും നിലനിന്നിട്ടില്ല. പക്ഷെ ദാവീദ് കോപിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ ദാവീദ് കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്, ഇതെല്ലാം സഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, കർത്താവിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ വയലേറ്റ് ചെയ്താൽ there is no respect of persons. അപ്പൊ ദാവീദ് ഈ തെറ്റിൽ വീഴാനുള്ള ഒരു കാരണം ഈ അവിശ്വാസികളുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത് നമുക്ക് സ്ഥിരം സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഫിലിസ്ത്യൻസ് വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നു, ഒന്നും സംഭവിച്ചില്ല. നോക്കി നല്ല ഒത്തിരി ദൂരം ചുമക്കുന്നേക്കാൾ വളരെ എളുപ്പം വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നു. അപ്പൊ ദാവീദ് ചിന്തിച്ചു, ദി സെയിം ഡിസ്റ്റൻസ് ഹി ഹാസ് ടു ട്രാവൽ, ആ സെയിം ഡിസ്റ്റൻസ് കൊണ്ടുപോയി പറ്റും ഈ പേടകം. വിചാരിച്ചു നോക്കാം, അവർ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി. കാര്യം എഴുതിയിട്ടുണ്ട്, നിയമത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഇത് വണ്ടിയിൽ വെക്കരുത്. സംഖ്യാപുസ്തകം 4:15 വായിക്കുമ്പോൾ നമ്പേഴ്സ് 4:15 വായിക്കും. പിന്നീട് തണ്ടുകൾ ചെലുത്തണം. പാളയം പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും ചേർന്ന വിശുദ്ധ സ്ഥലവും അതിലെ എല്ലാ ഉപകരണങ്ങളും പൊതിയണം. പിന്നീട് കഹാദിന്റെ പുത്രന്മാർ ഇവ ചുമക്കാൻ വരട്ടെ. അവർ വിശുദ്ധ വസ്തുക്കളിൽ സ്പർശിക്കരുത്, സ്പർശിച്ചാൽ അവർ മരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഫിലിസ്തീൻ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. ദാവീദ് ചിന്തിച്ചതാ, ഇത് ചുമക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതേ പേടകം തന്നെയല്ലേ ഫിലിസ്തീൻ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയത്. അപ്പം വൈഷുഡിൻ്റായി. നമ്മളും പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, നമ്മൾ കർത്താവിനെ വിളിക്കുന്നവരാ, കർത്താവിനോട് കവനം ചെയ്തവരാ. നമ്മുടെ റിലേറ്റീവ്സ് അവര് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവര് എന്താ പറയുക, ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിന് പോകുന്നുണ്ട്. ഇനി രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ചിലരും ചെയ്യുന്നുണ്ടാവും. അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ആഘോഷങ്ങൾ ചെയ്യുന്നുണ്ട്. രാത്രി ഡിസംബർ 31 രാത്രി അവർ പ്രാർത്ഥന നടത്താറുണ്ട്. വിഷുക്കണി നടത്തുന്ന പോലെ ഡിസംബർ 31 11 മണിക്ക് പ്രാർത്ഥന തുടങ്ങി 1 മണി വരെ പ്രാർത്ഥന നടത്തും. എന്നിട്ട് രാത്രി 12 മണിയാകുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് മെഴുകിരി കത്തിച്ച് ഉദ്ഘാടനം ചെയ്യും. അവരും രക്ഷിക്കപ്പെട്ടവരെ. പക്ഷെ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവൻ ചെയ്യുമ്പോൾ ദാവീദ് വണ്ടിയിൽ പേടകം കയറ്റി പോലെയാവും. അതുകൊണ്ടാണ് യു ഷുഡ് ഹാവ് ദി റൈറ്റ് ജഡ്ജ്മെന്റ്. ആരെയും വിധിക്കാനല്ല, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ഈ റെവലേഷനിൽ വൺ ഓഫ് ദി മെറിറ്റ്സ്, ഈ സഭകൾക്കുള്ള ഒരു മെറിറ്റായിട്ട് കർത്താവ് പറയുന്നത്, അവർ അപ്പസ്തോലന്മാരെന്ന് അവകാശപ്പെടുന്നെങ്കിലും അങ്ങനെ അല്ലാതിരിക്കുന്നവരെ തിരിച്ചറിഞ്ഞു എന്നൊരു മേന്മ നിനക്കുണ്ട്. നമ്മളിത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദാവീദിന് പറ്റിയ അതേ അബദ്ധം നമുക്ക് പറ്റും. ദാവീദ് ഫിലിസ്തീൻ ചെയ്യുന്ന കണ്ട് ചെയ്തു. അവർ ഇതേ പേടകം തന്നെ കൊണ്ടുപോയത് ഉസ പോയി തൊട്ടു, ഉസ മരിച്ചു വീണു. അപ്പൊ ദാവീദ് പേടിച്ചു, ഈ പേടകം ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ജോൺ ചാപ്റ്റർ 6 നമ്മൾ കണ്ടു, ഈ ദൈവത്തെ എങ്ങനെ സേവിക്കാൻ പറ്റും? ദാവീദ് അത് തന്നെ ചിന്തിച്ചു. അപ്പൊ ഇപ്പൊ ദാവീദിന്റെ പ്രൈമറി കൺസേൺ എന്താ? ഈ പേടകം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അത് ചെയ്തു. 2 സാമുവേൽ 6:10 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവിന്റെ പേടകം എങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുപോകും ചോദിച്ചില്ല എന്ന് ദാവീദ് പറഞ്ഞു. തന്മൂലം കർത്താവിന്റെ പേടകം സ്വനഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ദാവീദ് തയ്യാറായില്ല. ആലോചിച്ച് നോക്ക്, ഇത്രയേറെ നന്മ ചെയ്ത ആടിനെ നോക്കി നടന്ന ദാവീദിനെ രാജാവാക്കി. നമ്മളെ സംബന്ധിച്ച് അതിനേക്കാൾ ഇൻഫീരിയർ ആയിട്ട് ജീവിച്ചിരുന്ന നമ്മളെ ഈ ദാവീദ്, ആട് നോക്കി നടന്ന ദാവീദ് രാജാവായതിനേക്കാൾ ഒരു ഡിഫറൻസ് നമ്മുടെ സ്റ്റാർട്ടിങ് ഇന്നത്തെ സ്റ്റേജുമായിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ നടന്ന ദാവീദ് ഇങ്ങനെയെല്ലാം ആക്കിയ ദൈവത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ കൈ ഒഴിഞ്ഞു. കഷ്ടം സഹിക്കാൻ തയ്യാറല്ല കർത്താവിന് വേണ്ടിയിട്ട്. ഓടനെ പേടകം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പേടകം സ്വനഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ദാവീദ് തയ്യാറായില്ല. ദാവീദ് വഴി മാറി അത് ഗിത്യനായ ഓബേദ് എദോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അടുത്ത സെന്റൻസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. കർത്താവിന്റെ പേടകം ഗിത്യനായ ഓബേദ് എദോമിന്റെ വസതിയിൽ 3 മാസം ഇരുന്നു. കർത്താവ് ഓബേദ് എദോമിനെയും കുടുംബം മുഴുവനെയും അനുഗ്രഹിച്ചു. അപ്പൊ ദാവീദ്, അടുത്ത സെന്റൻസ്, ദൈവത്തിന്റെ പേടക നിമിത്തം കർത്താവ് ഓബേദ് എദോമിന്റെ കുടുംബത്തെയും അയാളുടെ എല്ലാ വസ്തുവകളെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവ് കേട്ടു. ദാവീദ് ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഈ ദൈവത്തെ അറിഞ്ഞവർക്ക് ദൈവത്തെ അങ്ങ് വിട്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അഥവാ എന്തെങ്കിലുമൊക്കെ തലതിരിവും ചുവല്ലാത്തതും ഒക്കെ ചെയ്താലും, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെ അവരിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരിക്കൽ മധുരം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ദാവീദ് ഈ ദൈവത്തിന്റെ നന്മ ഇത് ഒഴിവാക്കി ഓബേദ് എദോമിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. 3 മാസം ആകുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? ഫിലിസ്റ്റരുടെ ഇടയിൽ വെച്ചപ്പോൾ അവിടെ നാശം ഉണ്ടായി. കാരണം അവനെ ഇറവറന്റ് ആയിട്ട് കൈകാര്യം ചെയ്തു. ഓബേദ് എദോം അവന് 3 മാസം കൊണ്ട് റിസൾട്ട് വന്നു. അപ്പൊ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും ഈ അനുഗ്രഹം കിട്ടുന്നതല്ല ഇഷ്ടം. ഉടനെ ദാവീദ് കേട്ടു ഓബേദ് എദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, എന്നാൽ ഈ പേടകം കൊണ്ടുപോയി പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അല്ലെങ്കിൽ റിസർച്ച് നടത്തിയപ്പോ അത് പിന്നീട് നമ്മൾ ഫസ്റ്റ് ക്രോണിക്കിൾസ് 15 എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് ദാവീദ് പറയുന്നത് ഫസ്റ്റ് ക്രോണിക്കിൾസ് 15 എൻ്റെ മുമ്പും പിമ്പും വായിക്കുന്നില്ല, ആ സെന്റൻസേ വായിക്കുന്നുള്ളൂ. 15:13 വായിക്കുമ്പോൾ 12 മണി വായിച്ചപ്പോൾ ഫസ്റ്റ് ക്രോണിക്കിൾ ദാവീദ് പറഞ്ഞു, നിങ്ങളാണ് ലേവ്യരുടെ പിതൃഭവന തലവന്മാർ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം അതിന് ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ നിങ്ങളും സഹോദരനും സ്വയം ശുദ്ധീകരിക്കുക. ആദ്യം നിങ്ങൾ അത് ചുമക്കാതിരുന്നത് കൊണ്ടാണ്, വിധിപ്രകാരം അത് നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നാശമുണ്ടാക്കിയത്. മതി. ഇപ്പൊ ദാവീദിന് കാര്യം മനസ്സിലായി. അതായത് നിങ്ങളത് ചുമക്കാതിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വണ്ടിയെ കയറ്റിയത് കൊണ്ടാണ്. ചുമക്കേണ്ട സാധനം ചുമക്കാതിരുന്നു. നിങ്ങളത് ചുമക്കാതിരുന്നത് കൊണ്ടാണ്. രണ്ടാമത്, വിധിപ്രകാരം അത് നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് നാശം ഉണ്ടാക്കിയത്. സെയിം ഗോഡ് സ്റ്റിൽ ലീവ്സ്. നമ്മൾ അവിടെ വായിച്ചു, 2 തിമോത്തി ചാപ്റ്റർ 2 വായിച്ചു. കായിക അഭ്യാസി എന്താ നമ്മളിപ്പോ വായിച്ചു പോന്ന എന്താ എഴുതിയേക്കുന്നത്? കായിക അഭ്യാസി നോ, സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 2. ചട്ടപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് കായികാഭ്യാസത്തെ കുറിച്ച്. അവിടെ എഴുതിയേക്കുന്നത് ചട്ടപ്രകാരം ചെയ്തില്ലെങ്കിൽ ഇത് അത് തന്നെ ഇവിടെ ദാവീദ് പറഞ്ഞേക്കുന്നത്. വിധിപ്രകാരം ചെയ്യാത്തത് കൊണ്ട് എന്ത് പറ്റി? നാശം സംഭവിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇറ്റ്സ് വേ ഓഫ് ലൈഫ് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ക്ലിയർലി എക്സ്പോസ് ഇൻ ദി പേജസ് ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ്. വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ചട്ടപ്രകാരം ചെയ്തില്ലെങ്കിൽ ഇത് അനുഗ്രഹമല്ല, നാശം കൊണ്ടുവരും. ഈ പേടകം ഓബേദ് എദോമിന്റെ ഭവനത്തിന് അനുഗ്രഹമായിരുന്നു, പക്ഷെ ദാവീദിന് ഊസായിക്ക് നാശമായിരുന്നു. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഇത് അനുഗ്രഹത്തിന്റെ ഓൺലി റിസോഴ്സ്. സകല നന്മയും പ്രകാശത്തിന്റെ പിതാവിൽ നിന്നല്ലാതെ വേറെ ഒരു സോഴ്സും ഇല്ല നന്മയ്ക്ക്. ബാക്കിയുള്ള എല്ലാ സോഴ്സും നാശത്തിന്റെയാണ്. അറ്റ് ദി സെയിം ടൈം ഈ അനുഗ്രഹത്തിന്റെ റിസോഴ്സ് അതുപോലെ നാശത്തിന്റെയും റിസോഴ്സ് ആണെന്ന് അറിഞ്ഞത്. ഇത് ദാവീദിന് ഉസായിക്ക് നാശം ഉണ്ടാക്കിയ അതേ പേടകം, അതേ ദൈവം ഓബേദ് എദോമിൻ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നീട് ദാവീദ് മാനസാന്തരപ്പെട്ട, അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ട് ചെയ്തപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ പുറകോട്ടൊന്ന് നോക്കിയാൽ മതി. നമ്മൾ എന്തെല്ലാം നാശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ അതിനെല്ലാം ഒരു റീസൺ കാണും. നമ്മൾ ചട്ടപ്രകാരം അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം പലതും ചെയ്തിട്ടുണ്ടാകത്തില്ല, സമയത്ത് ചെയ്തിട്ടുണ്ടാകത്തില്ല. ദൈവം കമ്പാഷനേറ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം കർത്താവിന്റെ കാരുണ്യവും കാർക്കശ്യം. നോക്ക്, കർത്താവ് കാരുണ്യവാനാണ്. അബ്സല്യൂട്ട്ലി കരുണയെല്ലാം ദാവീദ് ഇഷ്ടംപോലെ അനുഭവിച്ചിട്ടുണ്ട്. മരണവക്ത്രത്തിൽ നിന്ന് so many times Lord saved. ഈ 1 Samuel 23:14 വായിക്കുമ്പോൾ no, 23:14 വായിക്കുമ്പോൾ
ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിലും സീഫ് മരുഭൂമിയിലെ മലപ്രദേശത്തും പാർത്തു. ശൗൽ എല്ലാ ദിവസവും ദാവീദിനെ അന്വേഷിച്ചു, എങ്കിലും ദൈവം ശൗലിന്റെ കയ്യിൽ അയാളെ അകപ്പെടുത്തിയില്ല. എന്തെല്ലാം നന്മകൾ ദാവീദ് അനുഭവിച്ചു. അതായത് ശൗൽ കൊല്ലാൻ വേണ്ടി മെനക്കെട്ട് നടന്നു. പക്ഷെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, എന്നാൽ ദൈവം ദാവീദിനെ ശൗലിന്റെ കയ്യിൽ അകപ്പെടുത്തിയില്ല. മറ്റൊരു സ്ഥലത്ത് ദാവീദിനെ കൊല്ലാനായിട്ട് ശൗലും പടയാളികളും അടുത്തു വരുമ്പോൾ ഒരാൾ വന്ന് ന്യൂസ് പറഞ്ഞു, ഫെലിസ്തീൻ രാജ്യത്തെ ആക്രമിക്കുന്നു. ആ ന്യൂസ് കേട്ട് ശൗൽ മടങ്ങിപ്പോയി. ആ സ്ഥലത്തിന് എന്ത് പേര് വന്നു? ഒരു ബൈബിൾ കിസ്സ. ആ സ്ഥലത്തിന് എന്ത് പേര് വന്നു? എന്താണ്? രക്ഷാശില എന്ന് പേര് വന്നു. അവിടെ രക്ഷാശില എന്ന് പേര് വന്നേക്കുന്നത് ഈ ശില രക്ഷിക്കുന്നവനാണ്, ഈ പാറ രക്ഷിക്കുന്ന പാറയാ. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ നമുക്ക് കിരീടം കിട്ടത്തില്ല. അതായത് സകല നുണയരുടെയും ഓഹരി തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്യാന്ന് എഴുതിയിട്ട് we don't have any right to use our tongue to utter a small lie. നമ്മൾ ലോകക്കാരും തമ്മിൽ വ്യത്യാസം ഇല്ല എങ്കിൽ മരിച്ചു കഴിഞ്ഞൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അവിടെ എഴുതിയേക്കുന്നത് സാധാരണക്കാരെ പോലെ ജീവിക്കാനെ പരിപാടി ഇട്ടിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടേക്കൻ എ റോങ് ഡിസിഷൻ എന്ന് പറയാൻ പറ്റും. അപ്പൊ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്നിട്ട് അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഈ ദാവീദിന്റെ ഇതും, കാരണം ബൈബിളിൽ എല്ലായിടത്തും ടീച്ചിങ് സെയിമാണ്. സെയിം യു ക്യാൻ ഫൈൻഡ് എവരിവെയർ. അപ്പൊ ഇവിടെ ദാവീദ് കണ്ടെത്തി, എന്ത് കണ്ടെത്തി? ചട്ടപ്രകാരം നമ്മൾ ഇതിനെ സമീപിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നാശം വന്നത്. കാരണം ഇത് അനുഗ്രഹത്തിന്റെ ഉറവിടമായിരുന്നു. ഓബേദെദോമിന്റെ കുടുംബത്തിൽ വല്ലാത്ത ഐശ്വര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് ന്യൂ ടെസ്റ്റാമെന്റ് വേ ഓഫ് ലൈഫ്, അത് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് കാണിച്ചു തന്ന വേ ഓഫ് ലൈഫ്. ആ വേ ഓഫ് ലൈഫാണ് കർത്താവിന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത്. കാരണം ക്രിസ്ത്യ ജീവിതം നോക്ക്, ഇപ്പോ ദാവീദല്ല, അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ഇപ്പൊ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാ, നീതീകരിക്കപ്പെട്ടിരിക്കുന്നവരാ. പക്ഷെ ഇത് രക്ഷ നൽകുന്ന വിശ്വാസമായിരുന്നു അബ്രാഹത്തിൻ്റെതെന്ന് വെളിപ്പെട്ടത് ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചപ്പോൾ. ദാറ്റ് മീൻസ് ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെടാത്ത വിശ്വാസം അത് മിക്കവാറും അത് മൃതമായിരിക്കും, അല്ലെങ്കിൽ മരിച്ചതായിരിക്കും, അത് ജീവൻ നൽകുന്നതായിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, അല്ലെ ലോകക്കാർക്ക് പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മുടെയും ആറ്റിറ്റ്യൂഡ് എങ്കിൽ, നമ്മൾ തീരുമാനം എടുത്തു, അബ്രാഹാം വിശ്വസിച്ചു, പക്ഷെ അത് ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചപ്പോഴാണ് അത് ജീവൻ നൽകുന്ന വിശ്വാസമാണ് വെളിപ്പെട്ടത്. സെയിം വേ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ സോഴ്സിൽ പ്രശ്നം ഉണ്ടെന്നുള്ളത്. നമ്മുടെ വിശ്വാസം ജീവൻ നൽകുന്ന വിശ്വാസമല്ല. നമുക്ക് നമ്മൾ ചിന്തിക്കാറുള്ളതാ ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. ഈ ബിലീഫ് എല്ലാം ആർക്കുണ്ട്? പിശാചിനുണ്ട്. പിശാചിന് ഈ സത്യങ്ങളെ കുറിച്ച് അബ്സല്യൂട്ട്ലി എല്ലാം അറിയാം. ഒരുപക്ഷെ ഈ സാധാരണ മനുഷ്യർക്കുള്ളേക്കാൾ മോർ ഹീസ് കോൺഫിഡന്റ് അബൌട്ട് ദി ട്രൂത്ത്. അതായത് കർത്താവായ യേശു ക്രിസ്തു ത്രിത്വത്തിൽ രണ്ടാമനാണ്, ദൈവമാണ്. അത് കർത്താവിന്റെ മരണം മുഖാന്തരം പിശാച് പരാജയപ്പെട്ടു. ഇന്ന് പിശാച് കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ മേൽ പിശാചിന് യാതൊരു അധികാരമില്ല. പിശാച് ഹെൽപ്ലെസ് ആണ്. ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല തിയററ്റിക്കലായിട്ടുള്ള നോളജ് ഉള്ളത് പിശാചിനാണ്. പക്ഷേ ഫെയ്ത്ത് എന്ന് പറയുന്നത് സറണ്ടറിങ് ടു ദി അതോറിറ്റി ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനം, ദൈവത്തിന് മഹത്വപ്പെടുത്താനുള്ള തീരുമാനം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള ആ തീരുമാനത്തെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് ജോൺ ചാപ്റ്റർ 12:26-24 യോഹന്നാന്റെ സുവിശേഷം 12:24 ഗോതമ്പ് മണി മണ്ണിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കേയുള്ളൂ. അഴിയുന്നെങ്കിലോ അത് വളരെ വിളവ് നൽകും. സ്വജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഇഹലോകത്തിൽ സ്വജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അതിനെ സൂക്ഷിക്കുന്നു. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്റെ പിന്നാലെ വരണം. ഞാനുള്ളിടത്ത് എന്റെ ശുശ്രൂഷകനും ഉണ്ടായിരിക്കണം. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ആദരിക്കും. അതെ, അതായത് ഇത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള റെസ്പെക്റ്റോ അല്ലെ ലോകത്തിലെ ദി ഹയസ്റ്റ് അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്. നോബൽ പ്രൈസ് ഇത് നോബൽ പ്രൈസ് ഒന്നുമല്ല. അതായത് എന്നെ പിൻപറ്റുന്നവന്, എന്നെ ശുശ്രൂഷിക്കുന്നവന്, ഇറ്റ്സ് നോട്ട് ദി നോബൽ പ്രൈസിന്റെ ബോഡി അല്ല, ദി ഓണർ ഓഫ് ദി യൂണിവേഴ്സ്. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ആദരിക്കും.
അതായത് പിതാവിനാൽ ആദരിക്കപ്പെടുന്നവനായിട്ട്, ദൈവം ബഹുമാനിക്കുന്നവനായിട്ട്, ദൈവത്താൽ ബഹുമാനിക്കപ്പെടുന്നവനായിട്ട് ജീവിക്കണമെങ്കിൽ ദർ ഇസ് നോ അതർ വേ. അതായത് കോതമ്പ് മണി മണ്ണിൽ വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുകയേ ഉള്ളൂ. അഴിയുന്നെങ്കിലോ അത് വളരെ വിളവ് നൽകും. സെയിം വേ നമ്മളെല്ലാം ഈ ഗോതമ്പ് മണിക്കെല്ലാം നമുക്കറിയാം, ഇതിനെല്ലാം ഒരു ഷെല്ലുണ്ട്, ഒരു ഹാർഡ് ഷെല്ലുണ്ട്. ആ ഹാർഡ് ഷെല്ല് അങ്ങ് പൊട്ടിയാലേ ലൈഫ് പുറത്തേക്ക് വരത്തുള്ളൂ. സെയിം വേ നമ്മുടെ എല്ലാ ഈഗോ, നമ്മുടെ സെൽഫ്, നമുക്ക് ചുറ്റും നമ്മൾ വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്. ചിന്തിച്ച പോലെ മനക്കോട്ട കെട്ടിപ്പടുത്തേക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഈഗോ സെന്റർ ഉണ്ട്. ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സിമ്പിൾ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആ ഷെല്ല് പൊട്ടിയിട്ടില്ല. ആ ഷെല്ല് അങ്ങനെ തന്നെ ഇരിക്കും, അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഗോതമ്പ് മണി അതിന്റെ ഷെല്ലിന് പുറത്തേക്ക് വന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, നമുക്കറിയാവുന്ന കാര്യമാണ്. സെയിം വേ നമ്മിലെ നാം മരിക്കുന്നില്ല എങ്കിൽ നമ്മളങ്ങ് ഒന്നും അല്ല എന്നുള്ളൊരു ഹൃദയാവസ്ഥയിൽ, ലോലിയസ്റ്റ് ഇൻ ദി വേൾഡ്, ലോകത്തിലുള്ള മറ്റെല്ലാവരേക്കാൾ ഐ ആം ദി ഇൻഫീരിയർ എന്ന് നമ്മളങ്ങ് ഒരു ഹൃദയാവസ്ഥ, അല്ലെങ്കിൽ ഒരു സ്യൂഡോ ഹ്യൂമിലിറ്റി അല്ല, നമുക്കൊന്നുമില്ല. ഒരു ദൈവം തന്നേക്കുന്ന ജീവൻ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇത് എൻ്റേതല്ല എന്ന് റിയലായിട്ട് ഹൃദയത്തിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് ഹ്യൂമിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ പലതിനെ കുറിച്ച് അഭിമാനിക്കുന്നവരായിരിക്കും. നമ്മുടെ ജോലിയെക്കുറിച്ച്, ശമ്പളത്തെക്കുറിച്ച്, കുടുംബ മഹിമയെക്കുറിച്ച്, അപ്പിയറൻസിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമുക്കുള്ള പലതിനെ കുറിച്ച്, മക്കളെക്കുറിച്ച്, മക്കളുടെ അച്ചീവ്മെന്റിനെ കുറിച്ച്, ഇതിനെക്കുറിച്ച് ഒന്നും എൻ്റേതല്ല, ഇതെല്ലാം ദൈവം എനിക്ക് നൽകിയതാണെന്ന് ട്രൂലി ഹൃദയത്തിൽ നിന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വാട്ട് ഈസ് ഗോഡ്ലിനെസ്. ഇതാണ് നമുക്ക് ദൈവഭക്തിയുള്ള പരിശീലനം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട എക്സർസൈസുകളാണ്. ഈ ഫിസിക്കൽ എക്സർസൈസ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഹ്യൂമിലിറ്റി. പലരും പ്രാർത്ഥന വിഷയം പറയുന്നത് കേട്ടില്ല, എനിക്ക് ഹ്യൂമിലിറ്റി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാവരോടും പ്രാർത്ഥിച്ച് ഹ്യൂമിലിറ്റി ഉണ്ടാവും. നോ, സിറ്റുവേഷൻസ് വരും ഹ്യൂമിലിറ്റി കാണിക്കേണ്ട. അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ അൺഡ്യൂ ആയിട്ട് കോപിച്ചു, അല്ലെ വേറൊരാൾ നമുക്ക് നോർമലായിട്ട് കിട്ടേണ്ട റൈറ്റ് വേറൊരാൾ മോഷ്ടിച്ചെടുത്തു. ഇതെല്ലാം ദൈവം നമ്മുടെ ഹ്യൂമിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ഗ്രോ ചെയ്യാനായിട്ട് ദൈവം തരുന്ന സിറ്റുവേഷൻസാണ്. അപ്പൊ നമ്മൾ ഈക്വലി റിട്ടാലിയേറ്റ് ചെയ്യും. ഹ്യൂമിലിറ്റി ഇല്ല. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ഹംബിൾ സബ്മിഷൻ ടു ദി ലോർഡ്, പ്രൈമർലി ടു ദി വേർഡ് ഓഫ് ദി ലോർഡ്. അതുകൊണ്ട് സെഫനിയ 2:3 വായിക്കുമ്പോൾ നോക്കിയോ, സെഫനിയ 2:3 ദൈവത്തോടുള്ള ഒബീഡിയൻസ് ആണ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്. ഈ നോട്ട് ഓൺലി ഇത് എഴുതിയേക്കുന്ന വചനങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ നിന്നും മന്ത്രിക്കുന്ന ആ ഫീബിൾ വോയിസും വി ആർ സപ്പോസ് ടു ഒബേ. ആ ഒബീഡിയൻസ് ആണ് ഹ്യൂമിലിറ്റി. ഒന്ന് പറയുമ്പോൾ സെഫനിയ കിട്ടിയ പേജ് എന്ന് പറയാം, 1064 1064. ബാബുവിന്റെ ബൈബിളില്ലേ ബാബു? 2:3. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായ ദേശത്തുള്ള വിനീതരെ. ചിന്തിക്കണം, കർത്താവിന്റെ കൽപ്പന. നമുക്ക് ആകെ 2 കൽപ്പനയുള്ളൂ: മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ നിന്ന് മാറി. മാനസാന്തരം, വിശ്വാസം, സ്നാനം. ഒബീഡിയൻസ് ഈസ് കംപ്ലീറ്റ്. ഇനി അതും ചെയ്യാത്ത ആൾക്കാരുണ്ട്, ദാറ്റ്സ് ഡിഫറെന്റ്. അറ്റ് ദി സെയിം ടൈം ഇത് എന്താ പറയുന്നത്, ഒബീഡിയൻസ് എന്ന് പറയാനേ ഇല്ല. കാരണം ഹീബ്രൂസ് ചാപ്റ്റർ 6 നമ്മൾ ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് പഠിക്കുമ്പോൾ, ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ് ഹീബ്രൂസ് ചാപ്റ്റർ 6 ബിഗിനിങ് എങ്ങനെയാണ്? എന്താ 6 സ്റ്റാർട്ടിങ് എങ്ങനെയാ? എന്താ അല്ല, അങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അതുകൊണ്ടെന്നാണ്. വെരി ഗുഡ്. കാരണം ആദ്യത്തെ വേർഡ് അതുകൊണ്ടെന്നാ. വാട്ട് ഈസ് ദി മെസ്സേജ്? ദാറ്റ്സ് വാട്ട് ഐ ആം ആസ്കിങ്. ഹീബ്രൂസ് ചാപ്റ്റർ 6 എന്താ മെസ്സേജ്? Let us stop talking about the foundation. Let us stop. But നമ്മൾ കാണുന്നത് എന്താ? മരിക്കുന്നവരെ ഈ ഫൗണ്ടേഷൻ അപ്പുറത്തേക്കുള്ള ഒന്നും സംസാര വിഷയം ആകുന്നില്ല. കാരണം ഈ ഫൗണ്ടേഷനിൽ തന്നെ എത്തിപ്പെടുന്നില്ല മനുഷ്യൻ. അത് തുടങ്ങുന്നാലും വായിച്ചു നോക്കി ഹീബ്രൂസ് ചാപ്റ്റർ 6:1. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ തത്വങ്ങളുടെ ബാലപാഠങ്ങൾ എങ്ങനെ പക്വതയിലേക്ക് വളരാന്ന്? വിട്ടെന്ന് പറഞ്ഞാൽ ഇനി ഈ മാനസാന്തരം, സ്നാനം, ഇവിടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടില്ലയോ, അല്ലെങ്കിൽ എന്താ പറയുക, മാനസാന്തരപ്പെട്ടോ, സ്പിരിച്വൽ ഗിഫ്റ്റുകളുണ്ടോ, ഇങ്ങനെ അല്ല, അത് ആ ബാലപാഠത്തിലില്ല. മീൻസ് ഇങ്ങനെ എലമെന്ററി പ്രിൻസിപ്പിൾസിലാണ് എന്നുവരെ ഉണ്ട്. ഇതിന് പക്വതയാകുന്നവരെ അല്ല, പക്വതയാകുന്നില്ലല്ലോ. ഇത് മരണം വരെ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പറയുന്നത്, നിങ്ങളുടെ സഭയിൽ സ്നാനം പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ കർത്തൃമേശ എടുക്കാൻ സ്വർണ്ണം ഊരണോ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇങ്ങനെ
നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി എത്രത്തോളം അധപ്പതിച്ചായിരിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇറ്റ് ഈസ് ഗുഡ്. നമുക്ക് സ്നാനപ്പെട്ടില്ല, ഇതൊക്കെയുള്ളൂ. ഇത് ഹെബ്രായ ഗ്രന്ഥകർത്താവ് പ്രോബബ്ലി മേ ബി പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടെ, പോളിന്റെ ടീമാണ് അവരെഴുതിയേക്കുന്നത്. ഇതൊന്നും സംസാരിച്ച് സമയം കളയരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ഇത് ഫസ്റ്റ് ഡേ ഓഫ് ദി ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 30 days മാക്സിമം അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ദി ക്രിസ്ത്യാനിറ്റിയിൽ കടന്നു പോകേണ്ട കാര്യങ്ങൾ ഈ ബാലപാഠങ്ങളല്ല. പക്ഷെ ഈ ബാലപാഠങ്ങൾ ആണ് മരണം വരെ സംസാര വിഷയം. അപ്പൊ നമ്മൾ എത്രത്തോളം അധപ്പതിച്ച ഒരു ക്രിസ്ത്യ ലോക നമ്മൾ കാണുന്നതെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിൽ പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷിൽ ക്ഷണം വായിക്കാം. 6:1, Hebrews 6:1. Therefore, leaving the discussion. ഡിസ്കഷൻ എന്നാണ്, കറക്റ്റ് ആണ്. വി ഹാവ് ഓൺലി ഡിസ്കഷൻ ഓൺ ദീസ് എലമെന്ററി പ്രിൻസിപ്പിൾസ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര ആക്യുറേറ്റ് ആണെന്ന് ആലോചിച്ചു. Therefore, leaving the discussion of elementary principles. ആകെ ഡിസ്കഷൻ ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഡിസ്കഷൻ എവിടെയുണ്ട്? എന്നിട്ട് അവിടെ പറഞ്ഞ് ലെറ്റ് us leave the discussion of the elementary principles. നമുക്ക് പൊതുവെ ഇന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്താ? സ്നാനപ്പെട്ടാണോ ചോദിക്കും. ദുഃഖിക്കേണ്ട കാര്യങ്ങൾ ഇതല്ലാതെ സന്തോഷിക്കേണ്ട കാര്യങ്ങളല്ല. കാരണം ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ദി ലോർഡ്. പിന്നെ ഹെബ്രായ ലേഖനം ദൈവവചനം തന്നെയാണ്. അതിൽ പറഞ്ഞേക്കുന്നത് ഹെബ്രായ വിശ്വാസികളോട്, കാരണം തുടങ്ങുന്ന സ്വർഗീയ വിളിയിൽ പങ്കുകാരായ സഹോദരർ, വിശുദ്ധ സഹോദരരെ അഡ്രസ് ചെയ്ത ലേഖനം എഴുതിയിരിക്കുന്നത്. അവരോട് പറഞ്ഞേക്കാണ് യു ഷുഡ് നോട്ട് ടോക്ക് ഓൺ ദീസ് ടോപ്പിക്സ്. ഈ ഡിസ്കഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ സ്വർഗീയ വിളിയിൽ പങ്കുകാരായിട്ടുള്ള സഹോദരന്മാരുടെ ഇടയിൽ സംസാരിക്കേണ്ട ടോപ്പിക്കുകളല്ല ഈ സ്നാനം, അഭിഷേകം. ഇതൊക്കെ അഭിഷേകം, കൈവയ്പ് എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ, അഭിഷേകം അല്ലെ എറ്റേണൽ ജഡ്ജ്മെന്റ്, ഇതൊക്കെ പണ്ടേ കടന്നു പോകേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പം നമ്മളെല്ലാം ഒരു ഈ സ്റ്റേജിലെത്തി, ഈ കുഞ്ഞു പിള്ളേരെ ഒഴിച്ച് നമ്മൾ 4-3 എത്രയാന്ന് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാറുണ്ട് പിള്ളേരെ? ഉണ്ടോ? ഇല്ല, ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കും. ഈ 10ാം ക്ലാസ്സിലെ പിള്ളേരെ 4+3 എത്രയാന്ന് പഠിപ്പിക്കാറുണ്ടോ? വി വിൽ നെവർ ഡിസ്കസ് അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് സ്നാനം, അഭിഷേകം, കൈവയ്പ്, എറ്റേണൽ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ നിത്യവിധി. ഇതൊക്കെ 4+3 = 7 ആണ്. എന്നിട്ട് അവിടെ പോള് പറഞ്ഞേക്കുന്നത്, പോളോ ദി ഓതർ ഓഫ് ദി ഹീബ്രൂസ് പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ലെറ്റ് us try to discern between spiritual and non-spiritual. അതായത് ദൈവത്തിന്റെ വചനം ആഴങ്ങളിലോട്ട് കുത്തി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്ന, സന്ധ്യയും മധ്യയും വേർതിരിച്ചിട്ട് എന്ത് ഡിസൈൻ ചെയ്യുന്ന, അതായത് സോളിനെയും സ്പിരിറ്റിനെയും ഡിസൈൻ ചെയ്യുന്നു. കാരണം ഈ എലിമെന്ററി പ്രിൻസിപ്പിൾസ് ഡിസ്കഷൻ നടത്തി സ്നാനത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദേ ക്യാൻ നെവർ ഡിസേൺ ബിറ്റ്വീൻ സ്പിരിച്വൽ ആൻഡ് നോൺ സ്പിരിച്വൽ, അല്ലെങ്കിൽ സോളിഷും സ്പിരിച്വലും ഒരിക്കലും ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സോളിഷ് ആയിട്ടുള്ള എല്ലാ കാര്യത്തെയും സ്പിരിച്വൽ ആയിട്ടായി തോന്നത്തുള്ളൂ. കാരണം ഈ എലിമെന്ററി പ്രിൻസിപ്പിളിൽ കിടക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മൾ വി ആർ ടു ജഡ്ജ് അവർ സെൽസ്, വാട്ട് ഈസ് അവർ സ്പിരിച്വൽ കണ്ടീഷൻ. റോമൻസ് 12 നമ്മൾ വായിക്കുക, ആരും അല്ല അഹങ്കരിക്കരുതെന്നല്ല, അതെ, ഉള്ളതിലധികം ഭാവിക്കരുത്. നമ്മൾ ഇന്നും ഈ ബേസിക് ഡോക്ടറിലാണ്, ഇതാണ് നമ്മുടെ ചിന്താ വിഷയം എങ്കിൽ യു ഷുഡ് നോട്ട് അറ്റംപ്റ്റ് ടു ഡിസേൺ ബിറ്റ്വീൻ ദി സ്പിരിച്വൽ ആൻഡ് സോളിഷ്. ഈ സോളിഷും സ്പിരിച്വലും ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം സോളിഷ് തിങ്സ് വിൽ ഓൾവേസ് അപ്പിയർ ലൈക്ക് സ്പിരിച്വൽ ഫോർ ദോസ് ഹു ആർ സ്റ്റിൽ ഇൻ ദി ബേസിക് ഡോക്ടറിൻസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ചിന്തിച്ച കാര്യങ്ങൾ ഇപ്പൊ നോക്ക്, സകല നുണയരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തീപ്പൊയ്കയായിരിക്കും. കാരണം ഈ എലമെന്ററി പ്രിൻസിപ്പിളിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഇതൊക്കെ വെറുതെ പറയുന്ന, ആർക്കും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്നായിരിക്കും. ദാറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് വി ആർ ടു ജഡ്ജ് വെദർ വി ആർ എന്താ പറയുക, എലമെന്ററി പ്രിൻസിപ്പിളിൽ കിടക്കുന്ന ആളാണ് അതെയോ ആർ വി ഏബിൾ ടു ഡിസേൺ ബിറ്റ്വീൻ സോളിഷ് ആൻഡ് സ്പിരിച്വൽ തിങ്സ്. ഇന്ന് നമ്മുടെ സംസാരമൊക്കെ എടുത്ത് നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്ന എന്തിനെ കുറിച്ചാണ്, നമ്മുടെ ചിന്ത ഈസ് ദ റൈറ്റ് ജഡ്ജ്. കാരണം അത് ദൈവം മാത്രം അറിയുന്ന ഒരു ഏരിയ. ചിന്തകളിൽ നമ്മുടെ അംബിഷൻസ് എന്താണ്? ഈ ലോകത്ത് സ്റ്റിൽ ഡു വി ഹാവ് അംബിഷൻസ്? Psalm 73:25 വായിക്കുമ്പോൾ
25. സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ മറ്റാരുണ്ട്, ഭൂമിയിലും നീ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിക്കുന്നില്ല. ഓക്കെ, നമ്മൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. സി ടു ദി ലെവൽ, ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ്, ഞാൻ പറഞ്ഞില്ലേ പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഓക്കെയാണ്, പക്ഷെ അതുകൊണ്ട് അബ്സല്യൂട്ട്ലി നോ വാല്യൂ, ദൈവം വിധിക്കുന്നത്. സെയിം വേ ഞാൻ എൻ്റെ ഒരു ടെസ്റ്റ് മണി പറയാം, അബ്സല്യൂട്ട്ലി ഐ ഡോണ്ട് ഹാവ് എനി ഡിസയർ ഇൻ ദി വേൾഡ്. അതുകൊണ്ട് ഐ ഡോണ്ട് നോ, ഗോഡ് ഈസ് ദി റൈറ്റ് ജഡ്ജ്, ദൈവത്തിന് അറിയാവുള്ളൂ എൻ്റെ ഹൃദയത്തെക്കുറിച്ച്. ബട്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസയർ. ഈ ഭൂമിയിൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇത് ദാറ്റ് അഗൈൻ ഈസ് എ എലിമെന്ററി പ്രിൻസിപ്പിൾ. അതായത് 73 സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്നത്, സ്വർഗത്തിൽ ചെന്നാൽ നമുക്കറിയാം ദൈവം അല്ലാതെ ആരുമില്ല, എവരിബഡി എഗ്രീസ്. പക്ഷെ ഇവിടെ ദി ഓതർ ഓഫ് ദി സാം എഴുതിയത് ആരെങ്കിലും ആണ്. ഓതർ ഓഫ് ദി സാം ഈസ് ടെല്ലിങ്, ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാക്ഷിക്കുന്നില്ല, അബ്സല്യൂട്ട്ലി നോ ആംബിഷൻ. ദാറ്റ് അഗൈൻ ഈസ് ആൻ എലിമെന്ററി പ്രിൻസിപ്പിൾ. ഇതിന്റെ അർത്ഥം ഇതാണ്. ഇതിന്റെ മറുകണ്ഠം പറയാൻ ഐ എം ഫോഴ്സ് ടു. ഈ അടുത്ത ദിവസം ഒരാൾ ഈ എന്താ പറയുന്നത്, ഒരു സംശയം ചോദിച്ചാലും ഞാൻ പറയാം. കാരണം ഇപ്പൊ നമ്മൾ സ്നാനപ്പെടുമ്പോൾ വി ആർ ഒബേയിങ് ദി ലോർഡ്. നമുക്കൊന്നും അറിയില്ല, ഞാൻ സ്നാനപ്പെടുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അറ്റ് ദി സെയിം ടൈം as the Lord is teaching me the lessons one by one, we are obeying and going forward. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ, ശരി, ആ സ്നാനപ്പെട്ട സമയത്ത് ഞാൻ ഡിസൈപ്പിൾ ആയിരുന്നു അല്ലയോ, സംശയം, ഡിസൈപ്പിൾ സ്നാനപ്പെടാവുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെ സ്നാനം ശരിയായിരുന്നു. അബ്സല്യൂട്ട്ലി നോ നീഡ് ടു ഹാവ് എനി ഡൗട്ട്, ബിക്കോസ് കർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്നത്. പിന്നീടുള്ള ജീവിതത്തിൽ നിന്നാണ് ആ സ്നാനം ശരിയായിരുന്നു എന്ന് അറിയുന്നത്, അല്ലാതെ സ്നാനത്തിന് ഒരു കുഴപ്പമില്ല. പിന്നീട് ജീവിതത്തിൽ ആ സ്നാനത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ഫ്രൂട്ട്സ് ബെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്നാനം ഈസ് ഓൾറൈറ്റ്, അതർവൈസ് ഇറ്റ് ഈസ് വോയിഡ്. അബ്രാഹത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയുള്ളൂ. അബ്രാഹം വിശ്വാസ നീതീകരിക്കപ്പെട്ടു, പക്ഷെ ഇസാഖിനെ ബലി കഴിച്ചു. അല്ലെങ്കിൽ ഇസാഖിനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പോവുകയല്ല ഇത്, ജോൺ ചാപ്റ്റർ 6 ആൾക്കാരെ പോലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതാ പറഞ്ഞൊരു കൺഫ്യൂസിങ് ഏരിയ ആണ്. ഇപ്പം ഭൂമിയിൽ നിന്നെ അല്ലാതെ മറ്റൊന്നും കാക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിള്ളേരെ പഠിപ്പിക്കണ്ടെന്നോ, വീട് വെക്കണ്ടെന്നോ, ജോലി ചെയ്യണമെന്നൊന്നും അല്ലെന്നോ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ വാട്ടർ ടാങ്കില് ഈ ഫ്ലോട്ടിങ് വാൽവ് കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ വേറെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു പന്തിന് വെള്ളത്തിന് മുകളിലിട്ടാൽ മതി. പന്തിന് വെള്ളത്തിൽ മുകളിലിട്ടിട്ട് കൈ കൊണ്ട് ഫോഴ്സ് കൊടുത്ത് ബോളിന് വെള്ളത്തിലോട്ട് താഴ്ത്തുക. കൈ വിട്ടാൽ ബോൾ എവിടെ വരും? മോളിൽ വരും. സെയിം വേ നമ്മൾ ജോലി ചെയ്യുന്നു, വീട് വെക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. നമ്മൾ ആദ്യം ചിന്തിച്ച് തന്നെ ഈ ലോകത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ക്രിസ്ത്യൻ ജീവിതം. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും കൈവിട്ടാൽ ബോൾ എവിടെ വരും? സെയിം വേ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വലിച്ചിട്ട് വിടുന്ന പോലെ നമ്മുടെ അംബീഷൻ കർത്താവ് മാത്രമായിരിക്കും. അതായത് വി ഹാവ് ടു ലീവ് വിത്ത് ഓൺലി വൺ അംബീഷൻ. നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യ വിശ്വാസികൾ അതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഉള്ളൂ. അല്ലാതെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ട് കാര്യമില്ല. 1 Thessalonians chapter 1 എടുക്കുമ്പോൾ 1 തെസ്സലോനിക്ക 1 അധ്യായം അതിന്റെ 10-ാം സെന്റൻസ് വായിക്കുമ്പോൾ, ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാനും അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സ്വർഗത്തിൽ നിന്നുള്ള തന്റെ പുത്രനെ വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന യേശുവിനെ കാത്തിരിക്കാനുമായി നിങ്ങൾ എങ്ങനെ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്ന് അവർ വിവരിക്കുന്നു. അവര് തെസ്സലോനിക്ക വിശ്വാസികള് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഫോർ 2 പർപ്പസ്. ഒന്ന്, സത്യദൈവത്തെ സേവിക്കാനും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാൻ. അതാണ് നമ്മളെന്ന് ചിന്തിക്കുന്ന കാര്യമാണ്. കർത്താവ് പറഞ്ഞു, പിശാച് പരീക്ഷിച്ചപ്പോൾ പറഞ്ഞു, അവനെ മാത്രമേ സേവിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് ഫോർ us. അവനെ മാത്രമേ സേവിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാനും, ദെൻ രണ്ടാമതൊരു റോളോടെ ഉള്ളൂ നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ളത്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സ്വർഗത്തിൽ നിന്നുള്ള തന്റെ പുത്രനെ വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന്, റാത്ത് ഈസ് ഗോയിങ് ടു കം, ഒരു ക്രോധം വരുന്നുണ്ട് ലോകത്തിലേക്ക്.
പത്രോസ് എഴുതി, ഈ ഭൂമിയിൽ പണിയപ്പെട്ടതെല്ലാം കത്തിച്ചാമ്പലാകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന യേശുവിനെ നമുക്ക് നമ്മുടെ ജീവിതം എടുത്താൽ മതി. നമ്മുടെ ലൈഫിന് അംബിഷൻ കർത്താവിനെ സേവിക്കുക. കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നല്ല. നമ്മുടെ ജീവിതത്തിന്റെ പ്രൈമറി അംബിഷൻ ടു ലീവ് ഫോർ ദി ലോർഡ്. എപ്പോഴും ഓർമ്മിക്കുന്ന, എപ്പോഴും സ്നേഹിക്കുന്ന, എപ്പോഴും ആരാധിക്കുന്ന, എപ്പോഴും ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ ഇലാസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ വലിച്ചാലും നമ്മൾ വലിക്കുന്നത്, നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങൾ, വീട് വയ്ക്കുന്ന കാര്യങ്ങൾ, പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇലാസ്റ്റിക് വലിക്കുന്ന പോലെയാണ്. ബട്ട് ഓൾവേസ് ഗോയിങ് ബാക്ക് ടു ദി ഒറിജിനൽ കണ്ടീഷൻ, ടേക്കിംഗ് റെസ്റ്റ് ഇൻ ദി ലോർഡ്. അപ്പൊ രണ്ടാമത് പെർമിറ്റ് ചെയ്തേക്കുന്ന കാര്യം, വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കാൻ. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു, മാറാനാഥൻ. അവര് നീറോ ചിലപ്പോൾ കൊന്നിരിക്കും, അല്ലെങ്കിൽ റോമ സാമ്രാജ്യം കൊന്നിരിക്കും, അല്ലെങ്കിൽ യഹൂദര് പീഡിപ്പിച്ചെന്നിരിക്കും. പക്ഷെ കാണുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, മാറാനാഥ, കർത്താവ് വരും, അന്ന് നമ്മുടെ കണ്ണീരെല്ലാം തുടയ്ക്കും. അതായത് ദാറ്റ് വാസ് ദി ഓൺലി അംബിഷൻ. അവരുടെ പ്രത്യാശ അതായിരുന്നു. ആൻഡ് വാട്ട് അബൌട്ട് അവർ ലൈഫ്? നമ്മുടെ ജീവിതം നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പൊ ഇവർക്ക് 2 കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദാവീദ് പറഞ്ഞു, എനിക്ക് ഛേദം വരാത്ത ഒന്നും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കില്ല. വില കൊടുക്കാത്ത, അല്ലെ കഷ്ടം സഹിക്കാൻ ഡിമാൻഡ് ചെയ്യാത്ത ക്രിസ്ത്യാനിറ്റി എവരിബഡി വിൽ അക്സെപ്റ്റ്. ആർക്കും ഒരു പ്രശ്നമില്ല. നമുക്ക് ഒത്തിരി പ്രാർത്ഥനാ കൂട്ടങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ പള്ളി പോവും, മർത്തോമക്കാരും പോവും, യാക്കോബക്കാരും പോവും, CSIക്കാരും പോവും. ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ പറയുന്നത്, വക്രതയുള്ള ഹൃദയത്തോടെ ജീവിക്കുന്നത്. എന്നിട്ട് അത് സമുദായത്തെ പ്രസാദിപ്പിക്കാൻ, അല്ലെങ്കിൽ ശവാടക്കും പിള്ളേരുടെ കല്യാണമൊക്കെ നടത്താനായിട്ട് ഒരു അറ്റൻഡൻസ്. എന്നിട്ട് ദൈവത്തെ ആരാധിക്കാൻ 4 മണിക്ക് ഒരു പ്രാർത്ഥന. ദൈവത്തിന്റെ അടുത്ത് നടക്കത്തില്ല. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറല്ലാത്തവര്, കർത്താവിന്റെ ഡിസൈപ്പിൾസ് ആകാൻ പറ്റാത്തവര്, മരണത്തെ കൂടി ആർക്കൊന്നും വരാനില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ കള്ളത്തരവും കാപട്യവും നിറഞ്ഞ ഈ ലോകത്തിൽ, വക്രതയും കാപട്യവും നിറഞ്ഞ ഈ ലോകത്തിൽ, കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ ലോർഡ് വിൽ ഓണർ. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. കർത്താവിന് വേണ്ടി ഒരു വില കൊടുത്തവരെ കർത്താവ് എക്സാൾട്ട് ചെയ്തിട്ടുണ്ട്. എക്സാൾട്ടേഷൻ ആയിരിക്കരുത് ലക്ഷ്യം. കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ കർത്താവിനെ മാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ കർത്താവ് റിവാർഡ് ചെയ്യും. കാരണം കർത്താവ് ആർക്കും കടക്കാരനായിരിക്കില്ല. എനിക്ക് വേണ്ടി, എൻ്റെ സുവിശേഷത്തിന് വേണ്ടി വീടിനെയോ നാടിനെയോ സ്വത്തുക്കളെയോ ഭൂസ്വത്തുക്കളെയോ രക്തബന്ധങ്ങളെയോ ഛേദിച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആർക്കും മരിച്ചു കഴിഞ്ഞ് റിവാർഡ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ 100 മടങ്ങും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും ലഭിക്കാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവൻ കർത്താവാണെങ്കിൽ അത് ചെയ്തിരിക്കും. കാരണം കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ദൈവഭക്തിയിൽ പരിശീലനം നേടിയാൽ അത് ഈ ജീവിതത്തിനും വരാനിരിക്കുന്ന ജീവിതത്തിനും വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അതായത് കർത്താവിൽ നമ്മൾ ആശ്രയം വെച്ചാൽ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളും ആത്മീക ആവശ്യങ്ങളും കർത്താവ് നടത്തിയിരിക്കും. മുന്നമേ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുന്നവരുടെ അബ്സല്യൂട്ട്ലി ഒരു കാര്യത്തിലും ദൈവം കുറവ് വരുത്തില്ല. ദൈവം നമ്മളെ അനുഗ്രഹം നല്ല ഉദ്ദേശിച്ച് നമ്മുടെ കാര്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ റിസോഴ്സ് നോക്കിയിട്ടല്ല. മനുഷ്യന്റെ കാൽക്കരുത്തിൽ യഹോവയ്ക്ക് പ്രസാദമില്ല. നമുക്ക് ബൈബിളിലെ നമുക്കറിയാവുന്ന കുറെ എക്സാമ്പിളുകൾ എടുത്താൽ മതി. ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് വാള ഉപയോഗിച്ച. ആരുടെ വാള? ഗോലിയാത്തിന്റെ വാള. അല്ലെങ്കിൽ യഹോശാഫാത്തിനെതിരെ വലിയ ശത്രുസേന വന്നു. യഹോശാഫാത്ത് എന്താ പറയുക, മിലിറ്ററിയെ പരേഡ് ചെയ്തില്ല. വേറെ ദൈവത്തെ സ്തുതിക്കാനുള്ള ദേവിയെയും പുരോഹിതരെയും മാർച്ച് ചെയ്യിച്ചത്. പക്ഷെ ഈ ശത്രു നിഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയാണ്? 3 ശത്രു വന്നു. ആദ്യം 2 പേര് കൂടി ഒരാളെ നിഗ്രഹിച്ചു. അതിനുശേഷം അവർ പരസ്പരം തകർന്നു പോയി. ദെൻ ഹിസ്കിയയുടെ കാലത്ത് അസീറിയ രാജാവ് ആക്രമിക്കാൻ വന്നു. ഹിസ്കിയ വാസ് ഹെൽപ്ലെസ്. ഹിസ്കിയ ദൈവത്തോട് കരഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന എന്താ? അന്ന് രാത്രി ആ പാളയത്തിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ പ്രവേശിച്ച് ആൾക്കാരെ വധിച്ചു. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ദൈവം വിടുവിക്കുന്നത് വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല. നമ്മുടെ റിസോഴ്സ് നോക്കി അല്ല നമ്മുടെ പ്രശ്നത്തിന് ദൈവം പരിഹാരം കൊണ്ടുവരുന്നു. പ്രൊവൈഡഡ് ഇഫ് യു ആർ ട്രസ്റ്റിംഗ് ഇൻ ദി ലോർഡ്. ദൈവഭക്തിയിൽ നമ്മൾ പരിശീലനം നേടിയാൽ, നമുക്കറിയാം മോശയുടെ എബിലിറ്റി കൊണ്ട് 40ാമത്തെ വയസ്സിൽ ഇസ്രായേൽക്കാരെ വിടുവിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അടിച്ചു കൊന്ന് മണ്ണി കുഴിച്ചിട്ടു. മോശയുടെ ജഡത്തിന്റെ ശക്തി കൊണ്ട് ഇസ്രായേൽക്കാരെ വിടുവിക്കാമെന്ന് വിചാരിച്ചു. ദെൻ അവിടുന്ന് മരുഭൂമിയിലോട്ട് പോയി 40 വർഷത്തെ ട്രെയിനിങ്. എന്തായിരുന്നു ട്രെയിനിങ്? എന്തായിരുന്നു? നാട് നോക്കുന്നത് അത് എക്സ്റ്റേണൽ അല്ല,
ദാറ്റ്സ് വാട്ട് യു ആർ സീയിങ്. അതായത് കില്ലിങ് ഹിസ് ഓൺ ഫ്ലഷ്. ഗോതമ്പ് മണി വീണ് അഴിയാൻ പഠിച്ചു, അല്ലെങ്കിൽ ആ ഷെല്ല് പൊട്ടി. പിന്നീട് മോശ ഒരിക്കലും മോശയുടെ കഴിവിൽ വിശ്വസിച്ചില്ല. മോശനെ ഇസ്രായേൽക്കാരെ വിടുവിക്കാൻ വേണ്ടി ദൈവം വിളിക്കുമ്പോൾ who am I, Lord? I am totally unfit for it. I am totally unfit എന്നുള്ള ഹൃദയാവസ്ഥയാണ് ദൈവത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ ഫിറ്റ്നസ്. ദി മൊമെന്റ് യു ആർ ഫീലിംഗ് ലൈക്ക് യു ആർ ഫിറ്റ്, ടു ദാറ്റ് എക്സ്റ്റെന്റ് യു ആർ അൺഫിറ്റ്. മോശ പറഞ്ഞു വേറെ ആരെങ്കിലും ഐ ആം നോട്ട് ഫിറ്റ്. കാരണം ഞാനൊന്ന് ട്രൈ ചെയ്താ, ഐ വാസ് ടോട്ടലി എ ഫെയിലിയർ. പക്ഷെ ഈ മോശയുടെ ഉള്ളിൽ വന്ന മാറ്റം ദൈവത്തിന് അറിയുമായിരുന്നു. ഉള്ളിൽ വന്ന മാറ്റം എന്താ? അന്ന് സ്വന്തം കഴിവിൽ ആശ്രയിച്ചിരുന്ന മോശ ഇന്ന് എനിക്ക് ഒരു കഴിവില്ല എന്ന് ഹൃദയത്തിൽ നിന്ന് വിശ്വസിച്ചു. ദൈവത്തിന്റെ കഴിവിലുള്ള വിശ്വാസത്തിലൊന്നും എത്തിയിട്ടില്ല മോശ. അതായത് എനിക്കൊരു കഴിവില്ല എന്ന് മോശ വിശ്വസിച്ചു. വേറെ ആരെയെങ്കിലും അയക്കണമെന്ന് പറഞ്ഞു. ദെൻ ദൈവം പറഞ്ഞു യു ആർ ദി റൈറ്റ് കാൻഡിഡേറ്റ്. ആ ദൈവം ആ മോശ അറ്റംപ്റ്റ് ചെയ്ത ആ എൻ്റയർ ഈജിപ്ഷ്യൻ ആർമിയെ ഒരു ദിവസം കൊണ്ട് ദൈവം മോശയുടെ കീഴിലാക്കി കൊടുത്തു. ചെങ്കടലിൽ ആ എൻ്റയർ ഈജിപ്ഷ്യൻ ആർമി മുങ്ങിച്ചെത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്ക്, ഹാമാൻ ദൈവത്തിന്റെ മക്കളെ നശിപ്പിക്കാനായിട്ട് കഴുമരം ഉണ്ടാക്കി. പക്ഷെ അന്ന് രാത്രി അല്ലെങ്കിൽ അവർ ദൈവത്തിലേക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി തിരിഞ്ഞു. അവർ ഈ ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ഹെൽപ്ലെസ് എന്നേറ്റ് പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ശക്തിയുണ്ട്, ഇതിന്റെ ആവശ്യമില്ല. പ്രാർത്ഥിക്കുന്നത് നമ്മൾ പറയുന്നത് വി ആർ ഹെൽപ്ലെസ്. അതാ ഈ പ്രാർത്ഥനയുടെ ശക്തി. അത് എന്നെ കൊണ്ട് കഴിവില്ല എന്ന് നമ്മൾ ദൈവത്തോട് പറയുന്നു. അപ്പോൾ ഇസ്രായേൽക്കാരെ നശിപ്പിക്കാനായിട്ട് ഹാമാൻ പദ്ധതി ആസൂത്രണം ചെയ്തു. ഹാമാനെ വധിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് സെയിം കഴുമല. ഈ പ്രോവേർബ്സ് 11:8 വായിക്കുമ്പോൾ, സുഭാഷിതങ്ങൾ 11:8 വായിക്കുമ്പോൾ ധർമ്മിഷ്ഠൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു, പകരം ദുഷ്ടൻ അതിൽ ചെന്നുപെടുന്നു എന്ന് ചാടുന്നു. അപ്പൊ ധർമ്മിഷ്ഠൻ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അവസാനിച്ചേക്കും അല്ലത്. മൊർദിക്ക രക്ഷിക്കപ്പെട്ടു മീൻസ് ഫിസിക്കലി, അല്ലെങ്കിൽ ആ നാശത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ടു. പകരം ഹാമാൻ ചെന്ന് അതിൽ തന്നെ ചാടി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്ക്, ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഗോലിയാത്ത് വന്നു. കയ്യിൽ വാളുണ്ടായിരുന്നു ദാവീദിനെ കൊല്ലാൻ. പക്ഷേ ആ വാള് ഗോലിയാത്തിന് തന്നെ ഹാനികരമായി തീർന്നു. നിനക്കെതിരെ രൂപം കൊടുക്കുന്ന ഒരായുധവും ഫലിക്കില്ല എന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ദൈവമാണെങ്കിൽ വി ക്യാൻ ലീവ് കറേജിയസ്ലി, ധൈര്യത്തോടു കൂടി ലോകത്തിൽ ജീവിക്കാൻ പറ്റും, പ്രൊവൈഡഡ് ഇഫ് യു ആർ സെർവിങ് ദി ലോർഡ്. എന്നെ ആദരിക്കുന്നവനെ, എന്നെ സേവിക്കുന്നവനെ ഈ യൂണിവേഴ്സിന്റെ ഉടയവൻ മാനിക്കുന്നു എഴുതിയാൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല. നമ്മൾ ദൈവഭക്തിയിൽ, ഗോഡ്ലിനെസ്സിൽ നമ്മൾ എക്സർസൈസ് ചെയ്യുവാണെങ്കിൽ, അതാണ് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ. നമ്മൾ സോളിഷായിട്ട് ജീവിക്കാതെ സ്പിരിച്വലായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ ഇഫ് യു ആർ മെന്റലി പ്രിപ്പയർഡ് ടു ലീവ് എ സൈഡ് ഓൾ എലിമെന്ററി ഡോക്ട്രിൻസ്, അതിനപ്പുറത്തേക്ക് എനിക്ക് വളരണം, അല്ലെങ്കിൽ എനിക്ക് സ്പിരിച്വലായിട്ട് ജീവിക്കണം, ആത്മീയനായിട്ട് ജീവിക്കണം. ഇതിനുവേണ്ടി നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ അതോടൊപ്പം ദൈവം ഇത് എല്ലാം നൽകും. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഒരു ഗോലിയാത്ത് നമ്മുടെ കാൽ കീഴിലാവും, ഒരു ശത്രു സൈന്യം അത് ദൈവത്തിന്റെ മാലാഖ അത് കൈകാര്യം ചെയ്തോളൂ, ഒരു ഈജിപ്ഷ്യൻ ആർമി അത് ചെങ്കടലിൽ മുങ്ങിച്ചത്തോളും. നമുക്കെതിരെ നോബഡി ക്യാൻ സ്റ്റാൻഡ് എഗൻസ്റ്റ് us. എക്സോഡസിൽ ഒരു സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽക്കാർക്കെതിരെ ഒരു നായ് പോലും മുറുമുറുക്കില്ല. സെയിം വേ നമുക്കെതിരെ വി ആർ പവർഫുൾ പീപ്പിൾ ബിക്കോസ് ദി എൻറ്റയർ ഹെവൻലി ബറ്റാലിയൻ ഇസ് ബിഹൈൻഡ് us. ദൈവത്തിന്റെ എല്ലാ ശക്തിയും നമ്മുടെ പിന്നാലെ ഉണ്ട്, പ്രൊവൈഡഡ് നമ്മുടെ ഉള്ളിൽ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലെറ്റ് us try more and more to do exercise in godliness. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം